ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിക്സിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റായ പോക്സോ ആക്റ്റാണ്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് പോക്സോ. നമുക്ക് ഏവർക്കും അറിയാമെന്നുള്ളൊരു ആക്റ്റാണ്. അപ്പോൾ അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ധാരാളം സെക്ഷൻസ് എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നല്ല ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ആക്റ്റാണ് പോക്സോ ആക്ട്. വളരെ ഇമ്പോർട്ടൻസും റിലവൻസും ഉള്ള ഒരു ആക്റ്റാണ്. ഭയങ്കരേറെ വാർത്താ പ്രാതിനിധ്യവുമുള്ള, സ്ഥിരമായി, അതായത് എപ്പോഴും വാർത്തകളിൽ വരുന്നത് കൊണ്ട് തന്നെ കറണ്ട് അഫെയർ പെർസ്പെക്റ്റീവിലാണെങ്കിലും വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആക്റ്റാണ് നമ്മുടെ പോക്സോ ആക്ട് എന്ന് പറയുന്നത്. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. പോക്സോ ആക്ട് വാസ് enacted by the parliament in the year 2016, 14, 12, 18. Which of the following statements is correct about പോസ്കോ? പോസ്കോയുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പോസ്കോ ഇസ് ജെൻഡർ ന്യൂട്രൽ, ഇൻ ക്യാമറ ട്രയൽ. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം പോക്സോയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള സമയത്ത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇൻ ക്യാമറ ട്രയൽ, അതേപോലെ ജെൻഡർ ന്യൂട്രാലിറ്റി, ഈ കാര്യങ്ങളൊക്കെ. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്: പോസ്കോ നിയമപ്രകാരം ബാലൻ എന്നാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്. ഈ പോസ്കോ നിയമപ്രകാരം ഒരു ചൈൽഡ് എന്ന് പറയുന്ന ഒരു വേർഡിനൊരു ഡെഫിനേഷൻ ഉണ്ട്. അപ്പോൾ ആ ഡെഫിനേഷനെ പറ്റിയും പല പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 പ്രകാരം കുട്ടി എന്ന് വെച്ചാൽ ആരാണ്? പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഈ ചൈൽഡ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ. പോസ്കോ നിയമപ്രകാരം ആരെയാണ് കുട്ടിയായി കണക്കാക്കുന്നത്? കണ്ടില്ലേ, 2012 പോസ്കോ നിയമത്തിലെ ഏത് വകുപ്പാണ് ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 2012 പോസ്കോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സെക്ഷൻ 28 പറ്റിയും സെക്ഷൻ 27 പറ്റിയൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി CWC എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? അപ്പോൾ അതിൻ്റെ ഒരു സമയക്രമമാണ്. ഇതൊക്കെ പലപ്പോഴും കുട്ടികൾ മിസ്സിംഗ് ആവുന്ന സമയത്തൊക്കെ ഈ CWC ഒക്കെ വാർത്തകൾ ഭയങ്കരമായി വരാറുണ്ട്. പലപ്പോഴും കുട്ടികൾക്ക് ടെമ്പററി ആയിട്ടൊക്കെ ഷെൽട്ടേഴ്സ് ഒരുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയൊക്കെ. ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥാപനമാണ്. പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? വകുപ്പുകളൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന. അപ്പോൾ പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിലായിരിക്കണം. ഇതും ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പോലീസ് മൊഴിയെടുക്കുന്ന സമയത്ത്, കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് പോലീസ് യൂണിഫോമിലായിരിക്കണമോ യൂണിഫോമിലല്ലാതിരിക്കണമോ എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. നമ്മൾ ആക്ടിൻ്റെ അകത്തൊക്കെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ജെൻഡർ ന്യൂട്രൽ ലെജിസ്ലേഷൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ജെൻഡർ ന്യൂട്രാലിറ്റിയെ പറ്റി. അപ്പോൾ അത് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താഴെ ഒട്ടും എല്ലാ നിയമങ്ങളിലും ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആഡ് ഓൺ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ പോക്സോ നിയമത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന നമ്മുടെ സെഷൻസ് കോടതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഒരു തെളിവ് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ്? അപ്പം നമ്മൾ ഈ ആക്ടിൻ്റെ അകത്ത് ഈ പറയുന്ന ഓരോ ടൈപ്പ് ഓഫ് ഒഫൻസ്, ഇപ്പോൾ സെക്ഷൽ അസോൾട്ട് ഉണ്ട്, അതേപോലെ തന്നെ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ഉണ്ട്, സെക്ഷൽ ഹരാസ്മെൻ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും പല തരത്തിലുള്ള ശിക്ഷകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓരോ ഒഫൻസുകളും ഒഫൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ശിക്ഷകളും ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നിയമപ്രകാരം നിയമം 2012 എത്ര വകുപ്പുകളാണുള്ളത്? അത് ബേസിക് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് കഴിയുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ തന്നെ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. പോക്സോ ശരിക്കും പറഞ്ഞാൽ 1989 നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു. അതായത് കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ഗൈഡ് ലൈൻസ്, ഒരു കൺവെൻഷൻ നടന്നായിരുന്നു. അപ്പോൾ ആ ഒരു കൺവെൻഷൻ്റെ ബേസിസിലാണ്
കുട്ടികളുടെ അവകാശങ്ങൾ അവരുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട പല ഗൈഡ് ലൈൻസും വന്നത്. ഇപ്പം നമുക്കറിയാം നമ്മുടെ കൺസ്യൂമർ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഹ്യൂമൻ റൈറ്റ്സ്. ഇപ്പം ഹ്യൂമൻ റൈറ്റ്സ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യാവകാശ സംരക്ഷണം, നമ്മുടെ ഐക്യരാഷ്ട്രയുടെ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ പല ലോകരാജ്യങ്ങളിലും മനുഷ്യാവകാശം എന്ന് പറയുന്ന നിയമങ്ങൾ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ 1989 കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ് ശരിക്കും UN ഒരു കൺവെൻഷൻ ആയിരുന്നു. ഈ ഒരു കൺവെൻഷനാണ് ശരിക്കും കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ഒരു ഗൈഡ് ലൈൻസ് ലോകത്തിന് മുൻപാകെ സമർപ്പിച്ചത്. അപ്പോൾ ഇതിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. കുട്ടികളുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പം അവരുടെ സിവിൽ റൈറ്റ്സ്, അവരുടെ പൊളിറ്റിക്കൽ റൈറ്റ്സ്, അവരുടെ സോഷ്യൽ റൈറ്റ്സ്, എക്കണോമിക് റൈറ്റ്സ്, അവരുടെ കൾച്ചറൽ റൈറ്റ്സ്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഇതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഇന്നുള്ള എല്ലാ ലോകരാജ്യങ്ങളും, ഒട്ടുമിക്ക ലോകരാജ്യങ്ങളും അല്ലെങ്കിൽ UN അംഗമായിട്ടുള്ള എല്ലാ ലോകരാജ്യങ്ങളും റാറ്റിഫൈ ചെയ്തിട്ടുള്ള ഒപ്പുവെച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് അല്ലെങ്കിൽ അംഗീകരിച്ച ഒരു കൺവെൻഷനാണ് നമ്മുടെ ഈ 1989 കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ്. അപ്പം അങ്ങനെ ഇന്ത്യയും 1992 ഇതിൻ്റെയൊക്കെ അംഗമാകുന്നു. അതിനുശേഷമാണ് ഈ ഒരു കുട്ടികളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി നിയമം എന്നൊക്കെ ഉള്ള ഒരു ആശയത്തിലേക്ക് ഇന്ത്യയൊക്കെ വരുന്നത്. സോ അങ്ങനെയാണ് പോക്സോ 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 is an act enacted to implement the rights guaranteed by the Constitution of India, incorporating child-friendly measures without gender discrimination. The law considers all under the age of 18 as child. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞായിരുന്നു നമ്മുടെ കുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് എന്ന്. പക്ഷേ കുട്ടികളുടെ പ്രൊട്ടക്ഷൻ എന്നുള്ളതിലുപരി ഇപ്പോൾ സോഷ്യൽ, ഞാൻ നേരത്തെ പറഞ്ഞു 1989 കൺവെൻഷനിൽ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്, കൾച്ചറൽ അങ്ങനെയുള്ള പല റൈറ്റ്സും അതിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റിയും പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ പോക്സോയിലേക്ക് വരുന്ന സമയത്ത് കൂടുതലും സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. നമുക്ക് ഈ ആക്ട് കഴിയുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഈ ഒരു പ്രൊവിഷനാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു നിയമത്തിനകത്ത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റി, അതായത് പുരുഷനാണെങ്കിലും പറയുന്ന ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും ഈവൻ ട്രാൻസ് ജെൻഡർ അങ്ങനെ ഏതെങ്കിലും ജെൻഡർ ആണെങ്കിലും എല്ലാവർക്കും 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സെക്ഷൽ ഒഫൻസുകളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ പോക്സോ നിയമം ഗ്യാരണ്ടി ചെയ്യുന്നത്. Every child has the right to live safely without fear in the society. A child must be able to identify the uncomfortable and unsafe touches, looks, actions, etc. from any person. They should be capable enough to say no to such acts, able to keep away and complain to the authorities. The law states that cases of sexual assault are to be reported. Section 19 ഇത് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് to the Special Juvenile Police Unit or the local police officers handling POCSO cases are known as Child Welfare Police Officers. The Kerala State Commission for Protection of Child Rights has set up a monitoring system, POCSO Monitoring Cell, under Section 44 of POCSO Act. അപ്പോൾ ഈ പറയുന്ന ഇതിലിപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് എന്ന് പറയുന്ന പോക്സോ ആക്ടിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ശരിക്കും പറഞ്ഞാൽ വളരെ കോംപ്രിഹെൻസീവ് മാനറിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എല്ലാ തരത്തിലുള്ള സെക്ഷൻ ഒഫൻസുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒഫൻസിൻ്റെ ഭാഗമാകുന്ന ഒരു അക്യൂസ്ഡിനെ പണിഷ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഈ പോക്സോ ആക്ടിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ 1989 UN കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ് ആണ്. അതിലേക്ക് 1992 എക്സാക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് പറയുവാണെങ്കിൽ ഡിസംബർ 11 ഇന്ത്യയും റാറ്റിഫൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് നമ്മുടെ ഇങ്ങനെയുള്ള കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ഇന്ത്യയിലും പ്രാബല്യത്തിൽ വരുന്നത്. പല രാജ്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു സംശയമാണ്, 2012 പോക്സോ നിയമം വരുന്നത്. അപ്പോൾ അതിനു മുന്നേ ഈ കുട്ടികളുടെ ഈ അവകാശങ്ങൾ അല്ലെങ്കിൽ കുട്ടികളെ ഈ സെക്ഷൽ ഒഫൻസുകളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ടുള്ള നിയമങ്ങളില്ലായിരുന്നു, ഉണ്ടായിരുന്നു. അതിനു മുന്നേ നമുക്കറിയാം നമ്മുടെ IPCയിൽ ധാരാളം പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ 1860 IPCയിലായിരുന്നു സെക്ഷൽ ഒഫൻസുകളും അതുമായി ബന്ധപ്പെട്ട പണിഷ്മെൻറ്റ്സും കാര്യങ്ങളുമൊക്കെ പറഞ്ഞിരുന്നത്.
പിന്നീട് പോക്സോ വന്ന സമയത്ത് അതേ സ്ഥാനം പോക്സോ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന IPCയിൽ നിന്ന് ഈ പോക്സോയിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സെക്ഷൽ ഒഫൻസുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട IPC പ്രൊവിഷൻസിൽ അത് പലപ്പോഴും ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രീതിയിലായിരുന്നില്ല അതിൻ്റെ റൂൾസും റെഗുലേഷൻസും. നമ്മുടെ ഇനി പോക്സോയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങളും ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു പോലീസ് ഓഫീസർ യൂണിഫോമിലാവാൻ പാടില്ല. അതേപോലെ തന്നെ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് കുട്ടിക്ക് താല്പര്യമുള്ള ഒരു സ്ഥലം, അതായത് കുട്ടി താമസിക്കുന്ന വീട് അല്ലെങ്കിൽ കുട്ടിക്ക് സൗകര്യമുള്ള അല്ലെങ്കിൽ കുട്ടിക്ക് ഓക്കെ ആയിട്ടുള്ളൊരു സ്ഥലത്ത് മാത്രമേ ആ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാവുള്ളൂ. അതേപോലെ തന്നെ ഒരു കാരണവശാലും ഒരു സമയത്തും ട്രയലിൻ്റെ ഒരു സമയത്തും കുട്ടി അക്യൂസ്ഡിനെ കാണാനിടയാവരുത്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, ഇപ്പം ഞാൻ ഒരു 2-3 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ധാരാളം ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമ്മുടെ പോക്സോ ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന ഒരു ട്രാൻസിഷന് കാരണമായത്. Therefore, POCSO was introduced to fill these gaps and provide a dedicated legal framework. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന IPCയിലും പല പ്രൊവിഷൻസ് ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ പലതും 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ അവരെ സെക്ഷൽ ഒഫൻസുകളിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയായിരുന്നു. പക്ഷേ നമ്മുടെ ഈ പോക്സോ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് മാത്രമല്ല എല്ലാ ജെൻഡറിൽ പെടുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും സെക്ഷൽ ഒഫൻസുകളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പോക്സോ നിയമം ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ പോക്സോ നിയമത്തിൽ പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത ഇതിൻ്റെ ലെജിസ്ലേറ്റീവ് ജേർണിയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ ലെജിസ്ലേറ്റീവ് ജേർണിയിൽ ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ ഒട്ടുമിക്ക നിയമങ്ങളും ലോക്സഭയിലാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാറ്. ഇവിടുത്തെ കേസ് വരുന്ന സമയത്ത് ആദ്യമായിട്ട് രാജ്യസഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഓർത്തിരിക്കുക, ആദ്യമായി രാജ്യസഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് പാസ് ചെയ്തതും രാജ്യസഭയാണ്. പോക്സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമമാണ്. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ നിയമങ്ങളുടെയും നമ്മുടെ ഈ ഒരു ലെജിസ്ലേറ്റീവ് ക്രോണോളജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം ലൈന് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പോക്സോ നിയമം രാജ്യസഭയിലാണ് ആദ്യമായി പാസ്സായത്. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ കാണും പോക്സോ നിയമം ലോക്സഭയിലാണ് ആദ്യമായി പാസ്സായത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്തുക. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് 2011 മാർച്ച് 23 രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു സമയത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് അത് വിടുവാണ് ചെയ്യുന്നത്. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിലേക്ക് അത് വിടുവാണ് ചെയ്തത് മാർച്ച് 29. അപ്പോൾ ആ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടിരുന്നത് ഓസ്കാർ ഫെർണാണ്ടസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു കർണാടകയിൽ നിന്നൊക്കെ ഉള്ള ഒരു MP ആണ്. ഇദ്ദേഹം ഒരു 41 വർഷത്തോളം MP ആയിട്ടൊക്കെ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. ഒരു 3 പ്രാവശ്യം കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട്, ഒരു പ്രാവശ്യം കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഓസ്കാർ ഫെർണാണ്ടസിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ, അദ്ദേഹം ചെയർമാൻ ആയിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കാണ് ഇതിൻ്റെ ഈ ഒരു ബില്ല് വരുന്നത്. അപ്പോൾ ഇവർ ഈ പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിനെപ്പറ്റി പഠിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു അപ്രൂവൽ നൽകുവാണ്. അവർ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റഡ് ഓൺ December 21, 2011. അപ്പോൾ അതിനുശേഷം വീണ്ടും രാജ്യസഭയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ 2012 മെയ് 10 രാജ്യസഭ നമ്മുടെ പോക്സോ നിയമം പാസ്സാക്കുന്നു. അപ്പോൾ രാജ്യസഭയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അന്നത്തെ വനിതാ ശിശു വികസന മന്ത്രിയായ കൃഷ്ണ തീരത്താണ്. ഒരു ലേഡിയാണ് കേട്ടോ. നമ്മുടെ UPA ഗവൺമെൻറ്റിൻ്റെയൊക്കെ സമയത്തുണ്ടായിരുന്ന ഒരു ലേഡിയാണ് 2012. അപ്പോൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഡൽഹിയിൽ നിന്നൊക്കെ ഉള്ള ഒരു MP ആണ് അവർ. ദെൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആയ കൃഷ്ണ തീരത്ത് എന്ന് പറയുന്ന ലേഡി ആയിരുന്നു അന്ന് രാജ്യസഭയിൽ ഈ ഒരു നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ രാജ്യസഭ പാസ്സാക്കിയ ദിവസം 2012 മെയ് 10 ലോക്സഭ പാസ്സാക്കിയത് അതേ വർഷം തന്നെ മെയ് 22 പ്രസിഡന്റ് ഒപ്പ് നൽകുന്നത് അതേ വർഷം ജൂൺ 19 അന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രതിഭ പട്ടേലാണ്. നിലവിൽ വരുന്നത് നവംബർ 14 നവംബർ 14 പ്രത്യേകത നമുക്കറിയാം, ചിൽഡ്രൻസ് ഡേ. അപ്പോൾ ഈ ചിൽഡ്രൻസ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത് നവംബർ 14 ആയിരുന്നില്ല ആദ്യം. നമുക്കറിയാം ഈ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്ന ഒരു ഡേറ്റ് നവംബർ 14 ആക്കി എടുത്ത് നമ്മുടെ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയുമായി ബന്ധപ്പെട്ടാണല്ലോ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം, അതായത് അദ്ദേഹം മരിക്കുന്നത് 1964 അദ്ദേഹം മരിക്കുന്നത്. നമ്മുടെ ഇൻഡോ ചൈന വാർ 1962 ശേഷം 2 വർഷം കഴിഞ്ഞ് 1964 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ നവംബർ 14 എന്ന് പറയുന്നത് നാഷണൽ ചിൽഡ്രൻസ് ഡേ ആക്കിയത്. ശരിക്കും അതിന് മുന്നേ വരെ നവംബർ 20 ആയിരുന്നു. അതായത് 1964 മുന്നേ വരെ നവംബർ 20 ആയിരുന്നു നമ്മുടെ ചിൽഡ്രൻസ് ഡേ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വേൾഡ് ചിൽഡ്രൻസ് ഡേ നവംബർ 20 ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ UN ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത് നവംബർ 20 ആയിരുന്നു. അങ്ങനെ 1964 വരെ നവംബർ 20 ഓക്കെ. നമ്മുടെ ഈ ആക്ടിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2012 32ാമത്തെ ആക്ടാണ്. അപ്പോൾ ഈ ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ആക്ടിൻ്റെ ഭരണ ചുമതല എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയറിനാണ്, വനിതാ ശിശു വികസന മന്ത്രാലയത്തിനാണ്. അപ്പോൾ ദ ലോ ഈസ് ഫണ്ടമെന്റലി ബേസ്ഡ് ഓൺ ആർട്ടിക്കിൾ 15 സബ്സെക്ഷൻ 3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 15 എന്താണ്? ആർട്ടിക്കിൾ 15 പറയുന്ന ഇന്ന കാര്യമാണ്, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. അപ്പോൾ ഈ കാര്യങ്ങൾ കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, പ്ലേസ് ഓഫ് ബർത്ത്, സെക്സ്, ഇതിൻ്റെ ഒന്നും ബേസിസിൽ ഒരാളെ പോലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് നമ്മുടെ ആർട്ടിക്കിൾ 15 പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. അപ്പോൾ ആർട്ടിക്കിൾ 15 സബ്സെക്ഷൻ 3 എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ ആർട്ടിക്കിൾ 15 പ്രകാരം ഒരു ഡിസ്ക്രിമിനേഷനായി ഒരിക്കലും സ്ത്രീകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയോ ഉള്ള ഒരു സ്പെഷ്യൽ പ്രൊവിഷന് കണക്കാക്കാൻ പറ്റില്ല. അതായത് സ്ത്രീകൾക്ക്, വുമൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ ചിൽഡ്രന് വേണ്ടിയോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുവാണ് എങ്കിൽ അത് ഒരിക്കലും ഈ ആർട്ടിക്കിൾ 15 ബേസിസിൽ വയലേഷൻ, അതായത് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വയലേഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ ആർട്ടിക്കിൾ 15 സബ്സെക്ഷൻ 3 പറയുന്നത് ഇങ്ങനെയാണ്, nothing in the article shall prevent a state from making any special provision for women and children എന്നാണ് ആർട്ടിക്കിൾ 15 സബ്സെക്ഷൻ 3 പറയുന്നത്. ഇത് പറ്റുമെങ്കിൽ ഒന്ന് എഴുതി വെക്കുക നിങ്ങൾ. The officer responsible for handling POCSO cases is known as the Child Welfare Police Officer, CWPO എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ ചൈൽഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് കേട്ടോ. ചൈൽഡ് ലൈനെ പറ്റി പറയാതെ നമുക്ക് ഈ പറയുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും, നമുക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പ്രൊവിഷനെ പറ്റിയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. 1996 ജെറോ ബിലിമോറിയ എന്ന് പറയുന്നത് നമ്മുടെ ടിസ്സിലുള്ള, നമ്മുടെ മുംബൈ ടിസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ വളരെ പ്രീമിയർ ആയിട്ടുള്ള ഇന്ത്യയിലുള്ള ഒരു സ്ഥാപനമാണ് ടിസ് എന്ന് പറയുന്നത്. പല ആൾക്കാരുടെയും സ്വപ്നതുല്യമായിട്ടുള്ള ഒരു കോളേജൊക്കെയാണ് ടിസ്. അപ്പോൾ ഈ ടിസ്സിലെ പ്രൊഫസറായ ജെറോ ബിലിമോറിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് ചൈൽഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ടെലിഫോൺ, അതായത് ടോൾ ഫ്രീ നമ്പർ ടെലിഫോൺ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത്. പിന്നീട് 1998 1999 കാലഘട്ടങ്ങളിൽ ഈ ചൈൽഡ് ലൈൻ എന്ന് പറയുന്ന ആ ഒരു ടോൾ ഫ്രീ നമ്പർ സർക്കാർ ഏറ്റെടുക്കുന്നു. അങ്ങനെ സർക്കാർ ഏറ്റെടുത്ത് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ് ഇപ്പോൾ നടത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 24/7 ടോൾ ഫ്രീ നമ്പറാണ്. അതായത് കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി, ഇപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് കുട്ടികളുടെ വീട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ ഒഫൻസുകളിൽ അവരതിൻ്റെ ഭാഗമാകേണ്ടി വന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈവൻ ഇപ്പോൾ HIV AIDS പോലെയുള്ള അസുഖങ്ങളുള്ള കുട്ടികൾ, അവരുടെ ഒക്കെ ശാരീരിക മാനസിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ, അല്ലെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി ഉള്ളൊരു ടോൾ ഫ്രീ നമ്പറാണ് ചൈൽഡ് ലൈൻ. ഇത്രയും മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ, കുട്ടികളുടെ എല്ലാവിധ കാര്യങ്ങളും ഈ പറയുന്ന ചൈൽഡ് ലൈനിൽ വരുന്നുണ്ട്. ഏകദേശം ശരിക്കും പറഞ്ഞാൽ ഒരു മാസം 10 ലക്ഷത്തോളം കോളുകൾ കിട്ടുന്ന ഒരു ഏജൻസിയാണ് ചൈൽഡ് ലൈൻ. ആലോചിച്ച് നോക്കിയേ, ഒരു മാസം 10 ലക്ഷത്തോളം കോളുകൾ സ്വീകരിക്കുന്ന ഒരു ഏജൻസിയാണ് ചൈൽഡ് ലൈൻ. ഒരു വർഷം 4 ലക്ഷം കുട്ടികളെ, ഇന്ത്യയിൽ 4 ലക്ഷം കുട്ടികളെ റെസ്ക്യൂ ചെയ്യുന്ന സ്ഥാപനമാണ് ചൈൽഡ് ലൈൻ. ഒരു വർഷം 4 ലക്ഷം. 2011 സെൻസസിൻ്റെയൊക്കെ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 43.5 ലക്ഷം കുട്ടികൾ ചൈൽഡ് ലേബറിൻ്റെ ഭാഗമാണ്. അതായത് 14 വയസ്സിന് താഴെ ജോലി ചെയ്യുന്ന കുട്ടികളുടെ കണക്കെന്ന് പറയുന്നത് 43.5 ലക്ഷമാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു ശതമാനം കുട്ടികളെയും റെസ്ക്യൂ ചെയ്യുന്ന ഇന്ത്യയിൽ വളരെ പേരുകേട്ട ഒരു സ്ഥാപനമാണ് ചൈൽഡ് ലൈൻ.
ധാരാളം കുട്ടികളെ, അപ്രോക്സിമേറ്റ്ലി ഒരു ആവറേജ് കണക്ക് പറയുവാണെങ്കിൽ പോലും ഒരു വർഷം 4 ലക്ഷത്തോളം കുട്ടികളെയാണ് ഇവർ റെസ്ക്യൂ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണെന്ന്. ചൈൽഡ് ലൈൻ ഒക്കെ എക്സാമിന് ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ചൈൽഡ് ലൈൻ ഇന്ത്യ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ചൈൽഡ് ലൈൻ അല്ലെങ്കിൽ ചൈൽഡ് ലൈൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന സ്ഥാപനം. UN-ൻ്റെയും ഇതേപോലെ ഒരു ചൈൽഡ് ലൈൻ ഉണ്ട്, അതിതല്ല. ഇത് 24/7 ടോൾ ഫ്രീ നമ്പറാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ നമ്പേഴ്സ് ഇപ്പോൾ അടുത്തിടെയൊക്കെ പല പ്രാവശ്യങ്ങളിലായിട്ട് ഈ ടോൾ ഫ്രീ നമ്പേഴ്സ് ചോദിക്കുന്നുണ്ട്. 1098 ആണ് ഈ ചൈൽഡ് ലൈനിൻ്റെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത്. 1098 ആണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഈ ആക്ടിൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് വരുവാണെങ്കിൽ 9 ചാപ്റ്റേഴ്സ് ആയിട്ടും 46 സെക്ഷൻസ് ആയിട്ടുമാണ് തിരിച്ചിരിക്കുന്നത്. 9 ചാപ്റ്റേഴ്സ് ആയിട്ടും അതേപോലെ തന്നെ 46 സെക്ഷൻസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കുട്ടികളെ സെക്ഷൽ അസോൾട്ടിൽ നിന്നും സെക്ഷൽ ഹരാസ്മെൻറ്റിൽ നിന്നും പോണോഗ്രഫിയിൽ നിന്നൊക്കെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഈ ഒരു നിയമത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം. സെക്ഷൽ അസോൾട്ടിൽ നിന്നും സെക്ഷൽ ഹരാസ്മെൻറ്റിൽ നിന്നും പോണോഗ്രഫിയിൽ നിന്നൊക്കെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ പോക്സോ ആക്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം. That clearly defines various forms of sexual offences to remove ambiguity in interpretation. ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നതിൽ തന്നെ പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് വരും. ഈ സെക്ഷൽ അസോൾട്ട് തന്നെയുണ്ട്, അതേപോലെ തന്നെ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്, അങ്ങനെ പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫിസിക്കൽ ടച്ച് വരുന്നത്, ഫിസിക്കൽ ടച്ച് ഇല്ലാത്തത്, അപ്പം അങ്ങനെയുള്ള പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് വളരെ വ്യക്തമായിട്ട് വളരെ കോംപ്രിഹെൻസീവായിട്ട് തന്നെ നമ്മുടെ ഈ ആക്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. It also aims to ensure that the process of reporting, investigation and trial is child friendly and so that the victim is not further traumatized. അപ്പോൾ ഓരോ പ്രൊവിഷൻസ് ഓരോ സെക്ഷൻസ് ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് നമ്മുടെ ഈ പോക്സോ ആക്ടിൽ പറയുന്നതെന്ന്. ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി, ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളിലൊന്നാണിത്. Additionally, the Act provides for the establishment of special courts. അതായത് നമുക്കറിയാം കോടതികളുടെ ആ ഒരു സമയം നമുക്കറിയാം എത്രത്തോളം ലാഗ് വരുന്നതാണെന്ന് പലപ്പോഴും ട്രയൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ പോക്സോ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒഫൻസുകൾ അത്രത്തോളം നീണ്ടു പോവാതിരിക്കാൻ വേണ്ടി പോക്സോ സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. കുറേ സെക്ഷൻസ് സ്പെഷ്യൽ കോർട്ടുമായി ബന്ധപ്പെട്ട് പല പല സെക്ഷൻസും വരുന്നുണ്ട്. ഇറ്റ് ഓൾസോ എംഫസൈസസ് ദ റീഹാബിലിറ്റേഷൻ ആൻഡ് വെൽബീയിങ് ഓഫ് ദ വിക്ടിം, ചൈൽഡ് വിക്ടിം. അപ്പോൾ ഈ പറയുന്ന ഒഫൻസുകളുമായി ബന്ധപ്പെട്ട പണിഷ്മെൻറ്റുകൾ മാത്രമല്ല ഈ കുട്ടികളുടെ, അതായത് ഈ പറയുന്ന ഇരയാക്കപ്പെട്ട കുട്ടികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ പോക്സോ ആക്ട്. അപ്പോൾ ഈ നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, റീഹാബിലിറ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു 9 ചാപ്റ്റേഴ്സ് ആണെന്ന്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും അതിനകത്ത് ഏതൊക്കെ സെക്ഷൻസ് ആണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ, അപ്പോൾ നമ്മുടെ ഏതൊരു നിയമമാണെങ്കിലും അതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്തായിരിക്കും? പ്രിലിമിനറി ആയിരിക്കും. ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മിസ്ലീനിയസ് ആണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും ആദ്യത്തെ ചാപ്റ്റർ പ്രിലിമിനറി, അതിനകത്ത് സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം ആണ് പോകുന്നത്. ഇനി ചാപ്റ്റർ 2ലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള സെക്ഷൽ ഒഫൻസുകളെ പറ്റിയാണ് ചാപ്റ്റർ 2ൽ പറയുന്നത്. ചാപ്റ്റർ 2ൽ സെക്ഷൻ 3 മുതൽ സെക്ഷൻ 12 വരെയാണ്. സെക്ഷൻ 3 മുതൽ സെക്ഷൻ 12 വരെ 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇത്രയും സെക്ഷൻസ് ആണ് ഈ ചാപ്റ്റർ 2ൽ പറയുന്നത്. ചാപ്റ്റർ 3ലേക്ക് വരുന്ന സമയത്ത് കുട്ടികളെ പോണോഗ്രാഫിക് പർപ്പസുകളിലേക്ക് യൂസ് ചെയ്യുന്നത്, കുട്ടികളെ യൂസിങ് ചൈൽഡ് ഫോർ പോണോഗ്രാഫിക് പർപ്പസസ് ആൻഡ് പണിഷ്മെൻറ്റ് ദെയർഫോർ, അതാണ് 13, 14, 15 പറയുന്നത്. പലപ്പോഴും ഈ ദെയർഫോർ നമ്മുടെ ആക്ടിനകത്തൊക്കെ നോക്കുന്ന സമയത്ത് ദെയർഫോറിൻ്റെ സ്പെല്ലിങ് ഇതാണ്. നമ്മുടെ സിവിക്സുമായി ബന്ധപ്പെട്ട കാര്യമല്ല, നമ്മുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, എന്നാലും ഞാൻ പറയാം. ഈ ദെയർഫോറിന് ഈ പറയുന്ന 2 മീനിങ് ഉണ്ട്. നമ്മുടെ ഈ പറയുന്ന ദെയർഫോറും ഉണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഈ വരുന്നതുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ഒരേ വാക്കല്ല, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ദെയർഫോർ, ഈ വരുന്ന ദെയർഫോർ ആണെങ്കിൽ, ലാസ്റ്റ് എൻഡിങ്ങിൽ ഈ വരുന്ന ദെയർഫോർ ആണെങ്കിൽ ആസ് എ റിസൾട്ട് എന്നാണ് മീനിങ്, ആസ് എ റിസൾട്ട്. പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഈ ഇപ്പം ഇതിൽ എഴുതിയിരുന്ന പോലെയുള്ള ദെയർഫോർ ആണ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഫോർ ദാറ്റ് എന്നാണ്. അതായത് ഇവിടുത്തെ മീനിങ് എന്ന് പറയുന്നത് കുട്ടികളെ ഏതെങ്കിലും പോണോഗ്രാഫിക് പേർപ്പസുകൾക്ക് ഉപയോഗിക്കുന്നതും അതിൻ്റെ പണിഷ്മെൻറ്റും ആൻഡ് പണിഷ്മെൻറ്റ് ഫോർ ദാറ്റ്, അതാണ് ഈ ദെയർഫോറിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിനും ഡിഫറെൻറ്റ് മീനിങ് ആണ് കേട്ടോ. ചിലപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങാനും ചോദിച്ചാലോ.
അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 3 13, 14, 15 ആണ് സെക്ഷൻസ് വരുന്നത്. ഇനി ചാപ്റ്റർ 4ലേക്ക് വരുന്ന സമയത്ത് അബറ്റ്മെന്റ് ആൻഡ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ആൻ ഒഫൻസ്, അതായത് ഒരു തെറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഒരു തെറ്റിന് സഹായിക്കുന്നത്, അതേപോലെ തന്നെ തെറ്റിന് എൻകറേജ് ചെയ്യുന്ന, ഒരു സെക്ഷൽ ഒഫൻസ് ചെയ്യാൻ മറ്റൊരാളെ സ്വയം വേറൊരാളെ എൻകറേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറൊരാളെ സഹായിക്കുന്നത്, അങ്ങനെ അല്ലെങ്കിൽ സെക്ഷൽ ഒഫൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതായത് സക്സസ്ഫുൾ ആവണമെന്നില്ല, ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ അബറ്റ്മെന്റും ആൻഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സെക്ഷൻ 16, 17, 18 വരുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ 5ലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ സെക്ഷൻ 19 അത് പറയുന്നത് ആദ്യമായിട്ട്. മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ ഈ ഒരു സെക്ഷൽ ഒഫൻസ് നടന്നു എന്ന് അറിയുന്ന ഒരു വ്യക്തി ഉറപ്പായും അത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 19 പറയുന്നത്. ഇപ്പോൾ റിപ്പോർട്ടിംഗ്, കേസ് റിപ്പോർട്ട് ചെയ്യുന്നതും അതിൻ്റെ പ്രൊസീജിയേഴ്സിനെ പറ്റിയാണ്. പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയുണ്ട്. അത് 19, 20, 21, 22, 23 പറയുന്നത്. ഇനി ചാപ്റ്റർ 6ലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നതെന്നും അതിൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് 24, 25, 26, 27 പറയുന്നത്. ഇനി ചാപ്റ്റർ 7ലേക്ക് വരുന്ന സമയത്ത് സ്പെഷ്യൽ കോഡ്സ്, നമ്മുടെ ട്രയൽ നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി 1 വർഷത്തിനുള്ളിൽ തന്നെ ട്രയൽ കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഉള്ള പോക്സോ സ്പെഷ്യൽ കോടതികൾ പല സ്ഥലങ്ങളിലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സർക്കാരിന് അധികാരം നൽകുന്നുണ്ട്. അപ്പോൾ ആ സ്പെഷ്യൽ കോഡ്സിനെ പറ്റിയും അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് സെക്ഷൻ 28 മുതൽ സെക്ഷൻ 32 വരെ പറയുന്നത്. ഇനി ചാപ്റ്റർ നമ്മൾ 8ലേക്ക് വരുന്ന സമയത്ത് പ്രൊസീജിയർ ആൻഡ് പവേഴ്സ് ഓഫ് സ്പെഷ്യൽ കോർട്ട് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് എവിഡൻസ്, നമ്മുടെ ഈ സ്പെഷ്യൽ കോടതിയുടെ അധികാരങ്ങളും അതിൻ്റെ പല ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സും അതേപോലെ തന്നെ എവിഡൻസ് റെക്കോർഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ഈ പല എവിഡൻസുകളും റെക്കോർഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതാണ് സെക്ഷൻ 33 മുതൽ 38 വരെയുള്ള സെക്ഷൻസിൽ പറയുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായ ചാപ്റ്റർ 9 മിസ്ലീനിയസ് ആണ്. ഏറ്റവും ലാസ്റ്റ് എപ്പോഴും മിസ്ലീനിയസ് ആണ്. ഫസ്റ്റ് പ്രിലിമിനറി ആണ്, ലാസ്റ്റ് മിസ്ലീനിയസ് ആണ്. അപ്പോൾ മിസ്ലീനിയസിൽ 39 തൊട്ട് 46 വരെയുള്ള സെക്ഷൻസ് ആണ് പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സെക്ഷൻസും ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ആക്ടിൻ്റെ ഏറ്റവും കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു ചൈൽഡ് ഫ്രണ്ട്ലി അപ്രോച്ച് ആണ്. ഈ പറയുന്ന കാര്യങ്ങൾക്ക്, ഈ പറയുന്ന എല്ലാ ഒഫൻസുകളും അതിൻ്റെ ഒരു പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒരു ചൈൽഡ് ഫ്രണ്ട്ലി മാനറിലാക്കി എടുക്കുക. കുട്ടിക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. അതാണ് ശരിക്കും ഈ ഒരു ആക്ടിൻ്റെ അൾട്ടിമേറ്റ്. One of the most important features of the act is its child-friendly approach, which ensures that the child is treated with dignity and care at every stage of legal process. Even കുട്ടിയുടെ അടുത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് മേടിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആ കുട്ടീനെ ചോദ്യം ചെയ്യാൻ പോലും പാടില്ല. ഈവൻ കുട്ടിക്ക് ബ്രേക്സ് വേണമെങ്കിൽ ഇടയിൽ ബ്രേക്സ് കൊടുക്കണം. അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. യൂണിഫോമിലാവരുത്, പോലീസ് ഓഫീസർ യൂണിഫോമിലാവരുത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടിയുടെ ഡിഗ്നിറ്റിയെ ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു ചോദ്യം ചെയ്യൽ പാടില്ല. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ആക്ടിനകത്ത് പറയുന്നുണ്ട്. Statements of the child are recorded in a comfortable environment, often at child's residence, and police officers are required to avoid wearing uniforms to reduce fear. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് പോലീസ് ഓഫീസേഴ്സ് യൂണിഫോം ധരിക്കാവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ ഈ ആക്ടിൻ്റെ ഒരു കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആക്ട് മേക്സ് റിപ്പോർട്ടിംഗ് ഓഫ് ഒഫൻസസ് മാൻഡേറ്ററി. ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു സെക്ഷൻ 19 ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ സെക്ഷൻ 19 പറയുന്നുണ്ട് മാൻഡേറ്ററി റിപ്പോർട്ടിങ്ങിനെ പറ്റി. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൽ ഒഫൻസ് നടന്നു അല്ലെങ്കിൽ സെക്ഷൽ ഒഫൻസ് സംഭവിച്ചു എന്ന് അറിയാമെന്നുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ആ ഒരു വ്യക്തി ഉറപ്പായിട്ടും പോലീസിനെയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസിനെയോ അറിയിച്ചിരിക്കണം. Another crucial feature is the establishment of special courts which are designed to handle such cases quickly and effectively. ഇനി അതേപോലെ തന്നെ ചൈൽഡ് ഐഡൻറ്റിറ്റി, ഒരു തരത്തിലും കുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിവാകരുത് എന്നുള്ളൊരു പ്രൊവിഷനും പറയുന്നുണ്ട്. കുട്ടിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പം കുട്ടിയുടെ പേര്, വയസ്സ്, കുട്ടിയുടെ ഏരിയ, കുട്ടിയുടെ അഡ്രസ്സ്, കുട്ടിയുടെ നെയ്ബർഹുഡ്, കുട്ടി പഠിക്കുന്ന സ്കൂള്, കുട്ടിയുടെ അടുത്ത റിലേറ്റീവ്സ്, ഇതിൻ്റെ ഒന്നും ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസും പുറത്ത് പോകാൻ പാടില്ല എന്ന് കർശനമായിട്ടുള്ള മാൻഡേറ്ററി ഉള്ള ഒരു ആക്റ്റാണ് നമ്മുടെ പോക്സോ ആക്ട് എന്ന് പറയുന്നത്. പുറത്ത് വിടാം, ഈ കുട്ടിയുടെ ഐഡൻറ്റിറ്റീസ് പുറത്ത് വിടാം. ആ കുട്ടിക്ക് താല്പര്യമുണ്ട് എങ്കിൽ
കുട്ടിയുടെ അഭിപ്രായ പ്രകാരം സ്പെഷ്യൽ കോടതിക്ക് ഉത്തരവിറക്കാം. അതിനുശേഷം വേണമെങ്കിൽ ഈ പറയുന്ന കുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വിടാം. അല്ലാത്തടത്തോളം കാലം ഒരു തരത്തിലും കുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ ഐഡന്റിറ്റി പുറത്തു പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ള ശിക്ഷകളും വരുന്നുണ്ട്. ഇപ്പോൾ യുണീക് ഫീച്ചർ ഓഫ് ദ പ്രിസംഷൻ ഓഫ് ഗിൽറ്റ് അണ്ടർ സെക്ഷൻ 29 ഈസ്, ഇപ്പോൾ സെക്ഷൻ 29 ഈ അക്യൂസ്ഡ് തെറ്റിനെ പറ്റിയൊക്കെ പറയുന്നത്. ഇവിടുത്തെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പോക്സോ ആക്ട് പ്രകാരം ഒരു അക്യൂസ്ഡിൻ്റെ ചുമതലയാണ് അവൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കേണ്ടത്. അതായത് ആരാണോ പ്രതി ചേർക്കപ്പെട്ടത് ആ ഒരു വ്യക്തിയുടെ ബാധ്യതയാണ് ആ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള തെളിവുകൾ സമർപ്പിക്കുക എന്നുള്ളത്. എല്ലാ ആക്ടിലും ഇങ്ങനെയല്ല. പലപ്പോഴും കേസ് കൊണ്ട് കൊടുക്കുന്ന ആൾ ആരാണോ വിക്ടിമായിട്ടുള്ള ആൾക്കാണ് മറ്റേ ആൾക്കെതിരെയുള്ള തെളിവുകൾ നൽകേണ്ടത്. പക്ഷെ നമ്മുടെ പോക്സോ ആക്ടിൻ്റെ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾ, അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാൾ ശരിക്കും പ്രതിയാണ്, അതേപോലെ തന്നെ ആ ഒരു വ്യക്തി തന്നെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു പ്രിസംഷനിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അസംഷനിലാണ് ഈ ഒരു നിയമം പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സും പോകുന്നത്. അതല്ല എന്ന് തെളിയിക്കേണ്ടത് ആ പ്രതി ചേർക്കപ്പെട്ട ആളാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് സെക്ഷൻ 29 പറയുന്നത്. ഇതൊക്കെ റെയർ ആയിട്ടുള്ള സ്പെക്സ് ആണ് നമ്മുടെ പോക്സോ ആക്ടിൻ്റെ. ഇപ്പോൾ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞായിരുന്നു 9 ചാപ്റ്റർ ആയിട്ട്, അതേപോലെ തന്നെ 46 സെക്ഷൻ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ദീസ് ചാപ്റ്റേഴ്സിൻ്റെ അകത്ത് പ്രിലിമിനറി ഡെഫിനേഷൻസ് ഉണ്ട്, പലതരത്തിലുള്ള ഒഫൻസുകളെ പറ്റി പറയുന്നുണ്ട്, അതേപോലെ തന്നെ കുട്ടികളെ പോണോഗ്രഫിക്ക് യൂസ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്, അബെറ്റ്മെൻറ്റ് ഓഫ് ഒഫൻസസ്, അതേപോലെ തന്നെ അറ്റംപ്റ്റ് ഓഫ് ഒഫൻസസ്, പിന്നെ റിപ്പോർട്ടിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്, സ്പെഷ്യൽ കോർട്ടുകളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ പറ്റിയും ട്രയൽ പ്രൊസീജിയേഴ്സിനെ പറ്റിയും മിസ്ലീനിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും, അതേപോലെ തന്നെ കുട്ടികളുടെ പുനരധിവാസം പോലെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ഒരു നിയമം പറയുന്നു. അപ്പോൾ നമുക്കിനി ഓരോ ചാപ്റ്റേഴ്സും ഓരോ സെക്ഷൻസും ആയിട്ട് ഇനി അടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ പ്രിലിമിനറിയിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രിലിമിനറിയിൽ വരുന്നത്. അപ്പോൾ അതിൽ സെക്ഷൻ 1 പറയുന്ന കാര്യങ്ങൾ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റിനെ പറ്റിയാണ്. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. അപ്പോൾ ഏതൊരു ആക്ട് എടുത്താലും അതിൻ്റെ സ്റ്റാർട്ടിങ് ഏകദേശം സെയിം ആണ്. ഇതിൽ സെക്ഷൻ 1, സബ്സെക്ഷൻ 1, ഇത് സബ്സെക്ഷൻസ് ആണേ. സെക്ഷൻ 1 സബ്സെക്ഷൻ 1 ആണ്. ഈ പല ആൾക്കാർക്കും ഈ സബ്സെക്ഷൻ, ക്ലോസ്, സബ് ക്ലോസ് ഇത് കൺഫ്യൂസ്ഡ് ആണ്. പല ആൾക്കാരും, ഈവൻ പല അധ്യാപകർ പോലും അത് മാറിയാണ് പലപ്പോഴും പറയാറ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടുത്തെ കേസ്, ഇപ്പോൾ നമ്മുടെ ജസ്റ്റ് ഇപ്പോൾ 10(1) ഇത് ശരിക്കും പറഞ്ഞാൽ സബ് ക്ലോസ് അല്ല, സബ് സെക്ഷൻ ആണ്. അതായത് ഒരു സെക്ഷൻ്റെ അകത്ത് വരുന്ന സാധനമാണ് സബ് സെക്ഷൻ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. 10(1)(a)(1) ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം കിടക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന സെക്ഷൻ 10 സബ്സെക്ഷൻ 1 ക്ലോസ് എയിൽ സബ് ക്ലോസ് 1 കിടക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുമ്പോൾ എപ്പോഴും പല ആൾക്കാർക്കും തെറ്റ് പോകുന്ന ഒരു കാര്യമാണ്. സെക്ഷൻ്റെ അകത്ത് സബ്സെക്ഷൻ, സബ്സെക്ഷൻ്റെ അകത്ത് ക്ലോസിനകത്താണ് സബ് ക്ലോസ്. ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ഇനി തെറ്റിക്കരുതേ, സബ് ക്ലോസ്. നോർമലി ഈ പറയുന്ന 10(1) അല്ലെങ്കിൽ ഈ പറയുന്ന 1(1) ഇതൊക്കെ കണ്ടാൽ സബ് സെക്ഷൻസ് ആണ്. കൂടുതൽ നമ്മൾ പഠിക്കുന്നതൊക്കെ സബ് സെക്ഷൻസ് ആണ് വരുന്നത്. നമ്മുടെ ഈ ക്ലോസും സബ് ക്ലോസിലേക്കൊക്കെ വരുന്ന റെയർ ആയിട്ടേ വരാറുള്ളൂ. വളരെ ആഴത്തിൽ പോകുമ്പോഴാണ് അത്രയും വരുന്നത്. അത് നമ്മുടെ ഈ ഒറിജിനൽ ആക്ട് ഒക്കെ നോക്കുന്ന സമയത്ത് ക്ലോസുകളും സബ് ക്ലോസുകളും ഒക്കെ ഒത്തി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറയുന്ന സെക്ഷൻ 1 സബ്സെക്ഷൻ 1 പറയുന്ന കാര്യം ഈ നിയമത്തിൻ്റെ പേരാണ്. ഒട്ടുമിക്ക നിയമങ്ങളിലും ഇതേ രീതി തന്നെയാണ് ഈ നിയമത്തിൻ്റെ പേര്. അതായത് ഇവിടെയാണെങ്കിൽ ദാറ്റ് മേ ബി കോൾഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. അതായത് ഈ നിയമത്തിൻ്റെ പേര് ഇന്നതാണ് എന്നാണ് സബ്സെക്ഷൻ 1 പറയുന്നത്. സബ്സെക്ഷൻ 2 പറയും ഇന്ത്യ മുഴുവൻ ഈ ഒരു നിയമം പ്രാബല്യത്തിലുണ്ട് അല്ലെങ്കിൽ വാലിഡ് ആണ്. ഇനി മൂന്നാമത്തെ സബ്സെക്ഷനിൽ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിന് ഒരു ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ഈ നിയമത്തിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഏത് ദിവസമാണോ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടത് ആ ദിവസം മുതൽ ഈ ഒരു നിയമത്തിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന്
ഒരു ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി സാധിക്കും. ഇത് നോർമലാണ്. ഒട്ടുമിക്ക നിയമങ്ങളിലും ആദ്യത്തെ 3 സബ്സെക്ഷൻസ് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻസിനെ പറ്റി പറയാം. അപ്പം നമ്മുടെ ഈ പോക്സോ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ഡെഫിനേഷൻ, ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പോൾ ഡെഫിനേഷൻസിനെ പറ്റിയുള്ളതാണ് സെക്ഷൻ 2. അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചൈൽഡ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഡെഫിനേഷനെ പറ്റിയാണ്. പല വേർഡ്സിൻ്റെ ഡെഫിനേഷൻ ഇതിൽ പറയുന്നുണ്ട്. അതിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഈ ചൈൽഡ് എന്ന് പറയുന്ന ടേമിൻ്റെ ഡെഫിനേഷൻ മാത്രമാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഒറിജിനൽ ആക്ട് നമ്മൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും, ഒരൊറ്റ സെൻറ്റൻസിലാണ് ഈ ചൈൽഡിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തി, അത് ഇത്ര മാത്രമാണ് നമ്മുടെ ആക്ടിൽ പറയുന്നത്. A child is defined as any person below the age of 18 years. അതായത് ഇവിടെ പറയുന്ന കാര്യം ഇത്രയാണ്, ഇത് ആൺകുട്ടി ആയിക്കോട്ടെ, പെൺകുട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജെൻഡറിൽ പെട്ട ആളായിക്കോട്ടെ, 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളും ചൈൽഡ് ആയിട്ടാണ് പോക്സോ നിയമത്തിൽ പറയുന്നത്. Okay, this definition is uniform and appeals to all provisions of this act. The law is gender neutral. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ നിയമങ്ങളും ജെൻഡർ ന്യൂട്രാലിറ്റി ഉള്ള നിയമങ്ങളല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമം പോക്സോ നിയമമാണ്. അതായത് ഈ ഒരു നിയമം ആർക്കൊക്കെയാണ്? ഈ പറയുന്ന ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജെൻഡറിൽ പെട്ട കുട്ടിയാണെങ്കിലും അവർക്കെല്ലാം വാലിഡ് ആണ്. But this is a significant departure from earlier laws which were not gender inclusive. ഇതിന് മുന്നേ ഉള്ള പല നിയമങ്ങളും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, IPC-യിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പല പ്രൊവിഷൻസും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അതൊന്നും ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. അതായത് പലതിലും ഈവൻ ട്രാൻസ്ജെൻഡർ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് അവരുടെ ഒന്നും പല പ്രശ്നങ്ങളും നോക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇതിൽ തന്നെ 18 വയസ്സിന് താഴെയുള്ള ട്രാൻസ്ജെൻഡർ കുട്ടികളാണെങ്കിൽ പോക്സോ നിയമത്തിൽ അവർക്കും ബാധകമാണ്. പക്ഷേ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പല നിയമങ്ങളിലും അവരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈവൻ സുപ്രീം കോർട്ടിൻ്റെ തന്നെ പല ജഡ്ജ്മെൻറ്റ്സിലും ഇതിൽ ട്രാൻസ്ജെൻഡർ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് എന്ന് പരാമർശിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഈ ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഓർത്ത് വെച്ചോളുക, ജെൻഡർ ന്യൂട്രൽ ആണ്. ആണ്, ബോയ്, ഗേൾ അങ്ങനെയൊന്നും ഈ പറയുന്ന ആക്റ്റിൽ പറയുന്നില്ല. പക്ഷെ അതെല്ലാം എല്ലാ ടൈപ്പ് ഓഫ് ജെൻഡേഴ്സും ഇതിൽ ബാധകമാണ്. അപ്പോൾ അത് 2 സബ്സെക്ഷൻ ഡിയിലാണ് വരുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ 2ലേക്ക് നമുക്ക് നോക്കാം. ചാപ്റ്റർ 2 പറയുന്നത് സെക്ഷൽ ഒഫൻസസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ, കുട്ടികൾക്കെതിരെയുള്ള സെക്ഷൽ ഒഫൻസുകളെ പറ്റിയാണ് പറയുന്നത്. അതേപോലെ തന്നെ എയിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആൻഡ് പണിഷ്മെന്റ്, ദെയർഫോർ സെക്ഷൻ 3 പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അതായത് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ആ ഒരു കുട്ടിയുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും ഒരു ബോഡി പാർട്ടോ, ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുടെ ബോഡി പാർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റോ ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത്. പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത് ഈവൻ ദ സ്ലൈറ്റസ്റ്റ് പെനിട്രേഷൻ പോലും പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതൊരു കംപ്ലീറ്റ് ഇൻ്റർകോഴ്സ് ഒന്നും വേണമെന്നില്ല. ഈവൻ ദ സ്ലൈറ്റസ്റ്റ് പെനിട്രേഷൻ പോലും പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഓർത്തോളുക, ഇൻസേർട്സ് എനി പാർട്ട് ഓഫ് ദെയർ ബോഡി ഓർ എനി ഒബ്ജക്റ്റ് ഇൻ ടു ദ ബോഡി ഓഫ് എ ചൈൽഡ് ഓർ ഫോഴ്സസ് എ ചൈൽഡ് ടു, ഈ ഒരു കാര്യം കൂടെയുണ്ട്. അല്ല എങ്കിൽ ഈ പറയുന്ന കാര്യം ചെയ്യാൻ വേണ്ടി ഒരു കുട്ടിയെ ഫോഴ്സ് ചെയ്യിപ്പിക്കുക, ഇതെല്ലാം പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന്റെ പരിധിയിൽ വരുന്നതാണ്. പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 3 ഇനി ഈ പറഞ്ഞ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന്റെ പണിഷ്മെന്റുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ആക്ടിൽ ഓരോ ഒഫൻസുകളും അതിൻ്റെ തൊട്ടടുത്ത സെക്ഷനിൽ തന്നെ അതിൻ്റെ പണിഷ്മെന്റ്സുകളുമാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ സെക്ഷൻ 3 പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആണ് എങ്കിൽ സെക്ഷൻ 4 വരുന്ന സമയത്ത് ഇതേ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന്റെ പണിഷ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 4 സബ്സെക്ഷൻ 1 പറയുന്നുണ്ട്, ഏറ്റവും കുറഞ്ഞത് 10 വർഷത്തെ തടവും അതിനോടൊപ്പം തന്നെ പിഴയും. അതായത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം തടവും അതിനോടൊപ്പം തന്നെ പിഴയും. ഈവൻ ഈ പറയുന്ന ഇതിൽ അടുത്തൊരു കണ്ടീഷനും കൂടെയുണ്ട്, അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 4 സബ്സെക്ഷൻ 2 പറയുന്ന കാര്യമാണ്, ഈ ഒരു വിക്ടിം, ഈ ഒരു കുട്ടിക്ക് 16 വയസ്സിന് താഴെയാണ് എങ്കിൽ, 16 വയസ്സിന് താഴെയാണ് എങ്കിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷം തടവും, ആ പറയുന്ന 20 വർഷം തടവും പിഴയും. ഈ 20 വർഷം എന്നുള്ള കാര്യം വേണമെങ്കിൽ
ജീവപര്യന്തം വരെ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ നൽകാവുന്നതാണ്. ലൈഫ് ഇംപ്രിസൺമെന്റ്. ഇപ്പോൾ സെക്ഷൻ 4(1) പറയുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം തടവും പിഴയും. അതേപോലെ തന്നെ ഈ പറയുന്ന 10 വർഷം എന്നുള്ളതും അതേപോലെ തന്നെ ജീവപര്യന്തം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെയാണ് പെനിട്രേറ്റീവ് സെക്ഷൽ ഒഫൻസിനെ പ്രേരിപ്പിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടിയെ ചെയ്താൽ 20 വർഷം, ഏറ്റവും കുറഞ്ഞത് 20 വർഷം തടവും അതേപോലെ തന്നെ പിഴയും. ഈ 20 വർഷം എന്നുള്ളത് ജീവപര്യന്തം വരെ നൽകാവുന്നതാണ്. ഈ പറയുന്ന ആക്ടിൽ ശിക്ഷകളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ശിക്ഷയോടൊപ്പം തന്നെ, അതായത് ഇംപ്രിസൺമെന്റിനോടൊപ്പം തന്നെ തുകയുണ്ട്, അതായത് പിഴത്തുകയുമുണ്ട്. ഇപ്പം ഏതെങ്കിലും കേസിൽ ഞാൻ ഈ പിഴത്തുക പറയാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഓർക്കുക, ഈ പറയുന്ന ഇംപ്രിസൺമെൻറ്റും പിഴയും എല്ലാം കൂടെ ചേർത്തത് തന്നെയാണ് ഒട്ടുമിക്ക സെക്ഷൻസിലും. അപ്പോൾ അതേപോലെ തന്നെ ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, ജീവപര്യന്തം എന്ന് പറയുന്ന കോൺസെപ്റ്റും ഇതേപോലെ പല ആൾക്കാർ പലതരത്തിലാണ് വിചാരിച്ച് വെച്ചിട്ടുള്ളത്. പല ആൾക്കാർ വിചാരിക്കുന്നത് 14 വർഷം തടവിനെയാണ് ജീവപര്യന്തം എന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനല്ല. ഈ ജീവപര്യന്തം എന്ന് പറയുന്നത് കോടതിക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ 14 വർഷമാവാം, 20 വർഷമാവാം, 25 വർഷമാവാം. ഈവൻ പല രാജ്യങ്ങളിൽ പല തരത്തിലാണ്. ചില രാജ്യങ്ങളിൽ 20ഉം 25ഉം വർഷമൊക്കെയാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് 14 വർഷം വരെ, 14 ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടുന്ന ഒരു വ്യക്തി 14 വർഷം വരെ ജയിലിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. അതായത് 14 വർഷം കഴിഞ്ഞ് മാത്രമേ ഗവൺമെന്റിന് റെമിഷന്റെ നടപടികൾ തുടങ്ങാൻ പറ്റുള്ളൂ. റെമിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിനെ ജയിലിൽ നിന്ന് മാറ്റുന്ന അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പുറം ലോകത്തേക്ക് വിടുന്ന ശിക്ഷ കുറച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് റെമിഷൻ എന്ന് പറയുന്നത്. അയാളെ സ്വതന്ത്രനാക്കുക. ജീവപര്യന്തം കിട്ടിയ ഒരാൾക്ക് 14 വർഷം കഴിഞ്ഞ് മാത്രമേ ഗവൺമെന്റിന് റെമിഷന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 14 വർഷം എന്തായാലും ആ ഒരു വ്യക്തി ജയിലിൽ കിടക്കണം. അതാണ് ഈ ലൈഫ് ഇംപ്രിസൺമെന്റിൽ പറയുന്നത്. അല്ലാതെ 14 വർഷം കിടക്കുന്നതിനെ അല്ല ജീവപര്യന്തം എന്ന് പറയുന്നത്. ഈ പറയുന്ന ജീവപര്യന്തം കോടതിക്ക് എത്ര വർഷം വേണമെങ്കിലും 14, 20, 25 ഒക്കെ ആക്കാം. ഈ ഒരു കാര്യം അതാണ് ഈ 14 ഇയേഴ്സിന്റെ ഒരു കണക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഓർത്തു വെച്ചോളുക. അപ്പോൾ നമ്മൾ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന്റെ പണിഷ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്തത് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. സെക്ഷൻ 5 അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ പറ്റി പറയുന്നത്. ഇവിടെ ഈ പറയുന്ന പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെയും കാട്ടി കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസിനെയാണ്, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെയാണ് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത്. ഇത് കൂടുതലല്ല ഈ കുട്ടികളുടെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പോലീസ്, ആംഡ് ഫോഴ്സസ്, അല്ലെങ്കിൽ കുട്ടികളുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ഗാർഡിയൻസ്, റിലേറ്റീവ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സെക്ഷൽ അസോൾട്ടിനെ നമുക്ക് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് വിളിക്കാവുന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ സ്കൂള്, ഹോസ്പിറ്റൽസ്, ജയില്, ഇങ്ങനെയുള്ള സ്ഥലം അല്ലെങ്കിൽ ക്ലബ്ബുകൾ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് ഈ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് നടക്കുന്നതെങ്കിലും ആ ഒരു ഒഫൻസിനെ നമുക്ക് അഗ്രിവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയാം. അതായത് കുറെ കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു സെക്ഷൽ അസോൾട്ടിനെയാണ് ഈ അഗ്രവേറ്റഡ് എന്ന് പറയുന്നത്. Aggravated penetrative sexual assault refers to more serious forms of offense. നമ്മുടെ പെനിട്രേറ്റീവിനെയും കാട്ടി കുറച്ചുകൂടെ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 3ലും 4ലൊക്കെ പറഞ്ഞതിനെയും കാട്ടി കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണിത്. Where certain aggravating factors are present. These include situations where the offender എന്ന് പറയുന്നത് is a position of authority or trust. അതായത് ഒരു പോലീസ് ഓഫീസർ, അല്ലെങ്കിൽ ഒരു ആംഡ് ഫോഴ്സ് പേഴ്സണൽ, അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവൻറ്റ്, അല്ലെങ്കിൽ ഒരു ടീച്ചർ, അല്ലെങ്കിൽ ഗാർഡിയൻ, അല്ലെങ്കിൽ പാരന്റ്, അല്ലെങ്കിൽ റിലേറ്റീവ്, ഇതൊക്കെ വരുന്നതാണ്. The offense is also considered aggravated if it occurs in places, ഇപ്പോൾ ജയിൽ, ഹോസ്പിറ്റൽ, സ്കൂള്, ഷെൽട്ടേഴ്സ്. ഇപ്പോൾ ഷെൽട്ടേഴ്സിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ പല വാർത്തകളിലൊക്കെ വരാറുണ്ട്. പലപ്പോഴും ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസിൻ്റെയൊക്കെ കീഴിൽ വരുന്ന പല ബോർഡിംഗ് സ്ഥാപനങ്ങളിലൊക്കെ കുട്ടികളെ സെക്ഷൽ ഒഫൻസിന് പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതും അവിടെ സെക്ഷൽ ഒഫൻസ് നടക്കുന്നു എന്നൊക്കെ. അപ്പോൾ അതെല്ലാം ഈ അഗ്രിവേറ്റഡ് സെക്ഷൽ ഒഫൻസിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇപ്പോൾ അഗ്രിവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടാണ് നമ്മൾ പറയുന്നത്. such as communal violence അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇതൊക്കെ. ഇനി ഇവിടുത്തെ ഒരു കാര്യമുണ്ട്. ഇപ്പം
12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ്, അതേപോലെ തന്നെ ഈ ഒരു സെക്ഷൽ ഒഫൻസ് കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ HIV AIDS പോലുള്ള എന്തെങ്കിലും ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചു, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എങ്കിൽ അതിനെ നമുക്ക് ഈ പറയുന്ന അഗ്രിവേറ്റഡ് സെക്ഷൽ ഒഫൻസ് ആയിട്ട് കണക്കാക്കാം. അഡീഷണലി ദ ഒഫൻസ് ബിക്കം അഗ്രിവേറ്റഡ് ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് എ ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് 12 ഇയേഴ്സ്. ഇവിടെയാണ് ഈ 12 ഇയേഴ്സിൻ്റെ ഒരു കാര്യം വരുന്നത്. ഈസ് കമ്മിറ്റഡ് ബൈ മൾട്ടിപ്പിൾ പേഴ്സൺസ്, ഗ്യാങ് അസോൾട്ട് ഓർ റിസൾട്ട് ഇൻ സിവിയർ കോൺസിക്വൻസസ് എസ് പ്രഗ്നൻസി, HIV ഇൻഫെക്ഷൻ, ഡിസേബിലിറ്റി ഓർ ഡെത്ത് ഓഫ് ദ ചൈൽഡ്. ഇനി സെക്ഷൻ 6 വരുന്ന സമയത്ത് ഇതിൻ്റെ പണിഷ്മെൻ്റ് ആണ്, നമ്മുടെ ഈ അഗ്രിവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിൻ്റെ പണിഷ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിൻ്റെ ഇരട്ടി ശിക്ഷയാണ് ഇവിടെ വരുന്നത്. അവിടെ നമ്മൾ പറഞ്ഞു ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം തടവും പിഴയും, അത് ഈ പറയുന്ന ജീവപര്യന്തം വരെ ആവാം. ഇവിടെ അതിൻ്റെ നേരെ ഇരട്ടിയായിട്ട് വരും. ഏറ്റവും കുറഞ്ഞത് 20 വർഷത്തെ തടവും പിഴയും. ഈ പറയുന്ന 20 വർഷം എന്നുള്ള കാര്യം ജീവപര്യന്തം വരെ ആവാം, മേ ബി എക്സ്റ്റെൻഡഡ് ടു ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ഓർ ഈവൻ ഡെത്ത് പെനാൽറ്റി. ഇത് അടുത്ത പറയാനുള്ളൊരു കാര്യമാണ്. നമ്മുടെ 2019 പോക്സോ നിയമം ഭേദഗതി ചെയ്തായിരുന്നു 2019. അപ്പോൾ ഈ 2019 ഭേദഗതി ചെയ്ത സമയത്തൊക്കെ ധാരാളം ആൾക്കാർ ഈ പറയുന്ന അവരുടെയൊക്കെ സ്റ്റാറ്റസിലൊക്കെ ഇട്ടായിരുന്നു. അതായത് കുഞ്ഞുങ്ങളെ സെക്ഷലി ഉപദ്രവിക്കുന്ന ആൾക്കാർക്ക് വധശിക്ഷയ്ക്കുള്ള അല്ലെങ്കിൽ വധശിക്ഷ കൊണ്ടുവന്ന സർക്കാരിന് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം പേര് നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ ഒരു പ്രൊവിഷനാണ് ശരിക്കും പറഞ്ഞാൽ. 2019 ഈ പോക്സോ അമെൻമെൻറ്റിലാണ് ഈ പറയുന്ന അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന് ഡെത്ത് പെനാൽറ്റി, അതായത് ഈ പറയുന്ന ഡെത്ത് പെനാൽറ്റി എന്ന് പറഞ്ഞാൽ വധശിക്ഷ വിധിച്ചത്. അപ്പോൾ ആ ഒരു പോക്സോ നിയമത്തിൽ വധശിക്ഷ ഇതിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ തന്നെ നമ്മുടെ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെൻറ്റ് അതിനൊന്നും ഡെത്ത് പെനാൽറ്റി വരുന്നില്ല. ഈ അഗ്രിവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന് മാത്രമേ ഡെത്ത് പെനാൽറ്റി വരുന്നു. അത് 2019 ഭേദഗതിയിലാണ് കൊണ്ടുവന്നത്, ഓർത്തു വെച്ചോളുക. ഇനി അടുത്തതാണ് സെക്ഷൻ 7 സെക്ഷൽ അസോൾട്ട്. അപ്പോൾ നമ്മുടെ ഈ സെക്ഷൽ അസോൾട്ടും പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്ന കേസിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നുണ്ട്, പക്ഷേ അവിടെ എന്ത് വരുന്നില്ല, ഒരു പെനിട്രേറ്റീവ് സെക്ഷൽ ഒഫൻസ് അല്ല വരുന്നത്. അപ്പോൾ സെക്ഷൽ അസോൾട്ട് അണ്ടർ ദ ആക്ട് റിഫേഴ്സ് ടു എനി ആക്ട് ഇൻവോൾവിംഗ് ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് സെക്ഷൽ ഇൻറ്റൻറ്റ് വിതൗട്ട് പെനിട്രേഷൻ. അപ്പോൾ ഈ ഒരു കാര്യമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പല കേസുകളൊക്കെ സുപ്രീം കോർട്ടിൽ നടന്നിട്ടുണ്ട്. വളരെ റീസെൻ്റ്ലി ഒരു 4-5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇൻക്ലൂഡ്സ് ആക്ഷൻ സച്ച് ആസ് ടച്ചിങ് ദ ചൈൽഡ്സ് പ്രൈവറ്റ് പാർട്സ് ഓർ മേക്കിംഗ് ദ ചൈൽഡ് ടച്ച് ദ ഒഫൻഡേഴ്സ് ബോഡി. നമ്മുടെ 2021 ഒരു കേസ് ഉണ്ടായിരുന്നു, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ വേഴ്സസ് സതീഷ് ആൻഡ് അതർ എന്ന് പറഞ്ഞൊരു കേസുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്, എഴുതുവാണേ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ വേഴ്സസ് സതീഷ് ആൻഡ് അനദർ എന്ന് പറഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നു, സതീഷ് ആൻഡ് അനദർ. അപ്പോൾ അത് 2021 ഒരു കേസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്, പക്ഷെ അത് ബോംബെ ഹൈക്കോർട്ട് അതിന് സ്റ്റേ വീണ്ടും സുപ്രീം കോർട്ട് അത് അപ്ലിഫ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാനുള്ളൊരു വർക്ക് പോലെയാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ വേഴ്സസ് സതീഷ് ആൻഡ് അതേഴ്സ് 2021. അപ്പോൾ ഈ കേസ് എന്താണെന്നൊന്ന് പഠിച്ചു വയ്ക്കുക. അതിൽ വേറെ എക്സാമിന് പോയിന്റിൽ ചോദിക്കാൻ വേറൊന്നുമല്ല, സെക്ഷൻ 7 ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കുകയാണെങ്കിൽ ഇത്രേ ചോദിക്കത്തുള്ളൂ എക്സാമിന്. സെക്ഷൻ 7 അതേപോലെ അതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ ഈ പറയുന്ന ഫിസിക്കൽ ടച്ചുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ആക്ഷൻ സച്ച് ആസ് ടച്ചിങ് ദ ചൈൽഡ്സ് private parts or making the child touch the offender's body. About as per section 8, the punishment for sexual assault is imprisonment for a term ranging from 3 to 5 years along with a fine. അപ്പോൾ നമ്മുടെ ഈ സെക്ഷൽ അസോൾട്ടിൻ്റെ, അതായത് ഫിസിക്കൽ കോണ്ടാക്റ്റ് വരുന്ന എന്നാൽ പെനിട്രേഷൻ വരാത്ത സെക്ഷൽ അസോൾട്ട്, അതായത് സെക്ഷൻ 7 പ്രകാരം ഉള്ള ഒരു സെക്ഷൽ അസോൾട്ടിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് 3 തൊട്ട് 5 വർഷം വരെയുള്ള തടവും പിഴയുമാണ്. ഇനി അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് ആണ് എങ്കിൽ, അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് എപ്പോഴാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, അതായത് കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉള്ള ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി, അതായത് പോലീസോ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ
അല്ലെങ്കിൽ ഈ പറയുന്ന ജയിലിലോ ഹോസ്പിറ്റലോ സ്കൂളിലോ അല്ലെങ്കിൽ ക്യാമ്പിലോ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിക്റ്റിമായ കുട്ടി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു അസോൾട്ട് ആണ് എങ്കിൽ അതിനെ അഗ്രിവേറ്റഡ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയാം. അഗ്രിവേറ്റഡ് സെക്ഷൽ അസോൾട്ട് റിഫേഴ്സ് ടു ദ കേസസ് ഓഫ് സെക്ഷൽ അസോൾട്ട് ദാറ്റ് ആർ കമ്മിറ്റഡ് അണ്ടർ അഗ്രിവേറ്റിംഗ് സർക്കംസ്റ്റൻസസ് such as when the offender is in a position of trust or authority. ഇപ്പോൾ റിലേറ്റീവ്സ്, പാരൻസ്, ഗാർഡിയൻസ് ഇവരെല്ലാം ഈ പറയുന്ന ഒരു കേസിൽ വരുന്നതാണ്. ഓർ വെൻ ദ ഒഫൻസ് കോസസ് സീരിയസ് ഹാം ടു ദ ചൈൽഡ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വന്നാലും അതിനെയും അഗ്രവേറ്റഡ്, അതായത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പ്രഗ്നൻസി അല്ലെങ്കിൽ HIV AIDS അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഡിസേബിലിറ്റി അല്ലെങ്കിൽ ഡെത്ത് പോലെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലൊക്കെ അതിനെയും അഗ്രിവേറ്റഡ് സെക്ഷൽ അസോൾട്ടായിട്ട് കണക്കാക്കാവുന്നതാണ്. സെക്ഷൻ 9 അഗ്രിവേറ്റഡ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ സെക്ഷൻ 10 പറയുന്ന സെക്ഷൻ 9 അഗ്രിവേറ്റഡ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 10 അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് 5 തൊട്ട് 7 വർഷം വരെ. തൊട്ട് മുന്നേ നമ്മൾ സെക്ഷൽ അസോൾട്ടിൻ്റെ പണിഷ്മെൻറ്റ് പറഞ്ഞു, അത് 3 തൊട്ട് 5 വർഷം വരെ ആയിരുന്നു. ഇത് കുറേ കൂടെ സീരിയസ് ആയിട്ടുള്ള സെക്ഷൽ അസോൾട്ടാണ് അഗ്രിവേറ്റഡ് സെക്ഷൽ അസോൾട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മുതൽ 7 വർഷം വരെയുള്ള തടവും പിഴയും, അതാണ് ഇതിൻ്റെ ഒരു പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സെക്ഷൻ 11 സെക്ഷൽ ഹരാസ്മെൻറ്റ്. സെക്ഷൽ ഹരാസ്മെൻറ്റിൽ എന്ത് വരുന്നില്ല? ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് വരുന്നില്ല, അതാണ് വ്യത്യാസം. ഫിസിക്കൽ കോണ്ടാക്റ്റ് വരുന്നില്ല, പക്ഷേ സെക്ഷലായിട്ടുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതാണ് നോൺ ഫിസിക്കൽ ആക്ട് വരുന്നതാണ്, അല്ലെങ്കിൽ സെക്ഷൽ ഇൻറ്റൻറ്റോട് കൂടെയുള്ള നോൺ ഫിസിക്കൽ ആക്ട്, അതായത് ഫിസിക്കൽ കോണ്ടാക്ട് വരാത്ത ഇതാണ് സെക്ഷൽ ഹരാസ്മെൻറ്റ്. സെക്ഷൻ 11 ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെക്ഷൽ റിമാർക്സ്, അതേപോലെ തന്നെ ഒരാൾ ഈ പറയുന്ന കുഞ്ഞുങ്ങളെ പോണോഗ്രാഫിക് മെറ്റീരിയൽ കാണിക്കുന്നത്, അതേപോലെ തന്നെ സെക്ഷൽ ജെസ്റ്റേഴ്സ് കാണിക്കുന്നത്, സ്റ്റോക്കിംഗ്, ഈവൻ നമ്മുടെ സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് വഴിയുള്ള സ്റ്റോക്കിംഗ്, അതേപോലെ തന്നെ ത്രെറ്റനിങ്, ബ്ലാക്ക് മെയിലിംഗ്, ഈവൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് സെക്ഷൽ ഹരാസ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഈ സെക്ഷൻ 11 പറയുന്ന സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ പണിഷ്മെൻറ്റിനെ കുറിച്ച് തൊട്ടടുത്ത സെക്ഷനായ സെക്ഷൻ 12 പറയുന്നുണ്ട്. അപ്പോൾ 3 വർഷം വരെയുള്ള തടവും അതേപോലെ തന്നെ പിഴയും, അതാണ് സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 12 പറയുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ 3 വരാം. ചാപ്റ്റർ 3 വരുന്ന സമയത്ത് കുട്ടിയെ ഒരു പോണോഗ്രാഫിക് പർപ്പസിന് വേണ്ടി ഒരു കുട്ടിയെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് ചാപ്റ്റർ 3 പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ സെക്ഷൻ 13 യൂസ് ഓഫ് ചൈൽഡ് ഫോർ പോണോഗ്രാഫിക് പർപ്പസ്. അപ്പോൾ അതായത് ഇപ്പോൾ ടെലിവിഷൻ, റേഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രിൻ്റ് മാധ്യമത്തിൽ ഒരു കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി അതേപോലെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോണോഗ്രാഫിക് ഇൻറ്റൻറ്റോടെ അല്ലെങ്കിൽ സെക്ഷൽ ഇൻറ്റൻറ്റോടെ ഒരു കാര്യം ചെയ്യുന്ന, ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിസ്പ്ലേയിങ് ദ ചൈൽഡ്സ് പ്രൈവറ്റ് പാർട്സ്, ഇൻവോൾവിംഗ് ദ ചൈൽഡ് ഇൻ സെക്ഷൽ ആക്ട്സ് ഓർ പ്രൊഡ്യൂസിങ് ഒബ്സീൻ കണ്ടന്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോണോഗ്രാഫിക് പർപ്പസിൽ വരുന്നത്. പിന്നെ ഇതിൽ സെക്ഷൻ 14 സബ്സെക്ഷൻ 1 അതിൻ്റെ പണിഷ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യമാണെങ്കിൽ 5 വർഷം വരെ തടവും, 5 വർഷം വരെ എന്നല്ല, 5 വർഷം മിനിമമാണ്, 5 വർഷം വരെ തടവും, അതേപോലെ തന്നെ പിഴയും. ഇതേ കാര്യം, ഇതേ ഒഫൻസ് ആ ഒരു വ്യക്തി റിപ്പീറ്റ് ചെയ്യുവാണ് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് 7 വർഷം വരെ തടവും പിഴ ശിക്ഷയുമാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ പോണോഗ്രാഫിക് മെറ്റീരിയൽ, അതായത് ചൈൽഡ് പോണോഗ്രാഫിക് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ പോണോഗ്രഫി എന്ന് പറയുന്ന സാധനം എന്തല്ല, നിയമപരമായി തെറ്റല്ല, പക്ഷെ ചൈൽഡ് പോണോഗ്രഫി എന്ന് പറയുന്ന പല നിയമത്തിലും ഭയങ്കര വലിയൊരു തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ചൈൽഡ് പോണോഗ്രാഫിക് മെറ്റീരിയൽ സ്റ്റോറേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് സെക്ഷൻ 15 പറയുന്നത്. The Act also penalizes the possession or storage of child pornographic material. സെക്ഷൻ 15 സ്റ്റോറേജ് ഓഫ് ചൈൽഡ് പോണോഗ്രാഫിക് മെറ്റീരിയൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സെക്ഷൻ 15(1) പറയുന്നത് അതിൻ്റെ കുറച്ച് പണിഷ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന വ്യക്തി, ഈവൻ ഒരു വ്യക്തി അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ, ഏതെങ്കിലും ഒരു രീതിയിൽ അദ്ദേഹം ഈ ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വ്യക്തി അത് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ അത് ഡിലീഷൻ പോലുള്ള കാര്യങ്ങൾ ആ ഒരു വ്യക്തി അപ്പം തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം, അതായത് ആ ഒരു കാര്യം അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാത്തിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ മുകളിൽ 5000 രൂപ പിഴ നൽകണം. ആ ഒരു ആദ്യത്തെ പ്രാവശ്യമാണെങ്കിൽ, വീണ്ടും അതേ വ്യക്തി അത് വീണ്ടും ചെയ്യുവാണെങ്കിൽ 10,000 പിഴ അടയ്ക്കേണ്ടതാണ്.
ഇനി ഈ ഒരു മെറ്റീരിയൽ, അതായത് ഈ ചൈൽഡ് പോണോഗ്രാഫിക് മെറ്റീരിയൽ ആ ഒരു വ്യക്തി ഡിസ്ട്രിബ്യൂഷൻ ചെയ്താൽ ഉള്ള കാര്യമാണ് സെക്ഷൻ 15 സബ്സെക്ഷൻ 2 പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് 3 വർഷം വരെ തടവും പിഴ ശിക്ഷയും കിട്ടും. ഇനി ഡിസ്ട്രിബ്യൂഷന് പകരം ഈ ഒരു വ്യക്തി കൊമേഴ്ഷ്യൽ പർപ്പസുകൾക്ക് വേണ്ടി ഈ പോണോഗ്രാഫിക് മെറ്റീരിയൽ, ഈ ചൈൽഡ് പോണോഗ്രാഫിക് മെറ്റീരിയൽ യൂസ് ചെയ്യുവാണ് എങ്കിൽ 3 തൊട്ട് 5 വർഷം വരെയുള്ള തടവും പിഴ തികയുമാണ്. ഇതേ കാര്യം വീണ്ടും ആ ഒരു വ്യക്തി ആവർത്തിച്ചാൽ 3 തൊട്ട് 5 എന്നുള്ളത് 5 തൊട്ട് 7 വർഷം വരെ ആയിരിക്കും തടവ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് പറയുന്നത്. 15(2) പറയുന്നത് ഈ ചൈൽഡ് പോണോഗ്രാഫിക് മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്താലുള്ള ശിക്ഷയെ പറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 15(3) പറയുന്നത് ഈ ചൈൽഡ് പോണോഗ്രാഫിക് മെറ്റീരിയൽ കൊമേഴ്ഷ്യൽ പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിച്ചാലുള്ള ഒഫൻസിനെ പറ്റിയും അതേപോലെ തന്നെ അതിൻ്റെ പണിഷ്മെൻറ്റിനെ കുറിച്ചുമാണ് പറയുന്നത്. ഇനി ചാപ്റ്റർ 4 വരുന്ന സമയത്ത് അബറ്റ്മെൻറ്റ് ഓഫ് ആൻഡ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ആൻ ഒഫൻസ്. അബറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ എൻകറേജ് ചെയ്യുന്നത്, അതായത് ഇങ്ങനെ ഒരു സെക്ഷൽ ഒഫൻസ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ സഹായിക്കുന്നത്, ഇതെല്ലാമാണ് അബറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അബറ്റ്മെൻറ്റിനെ പറ്റിയാണ് സെക്ഷൻ 16 പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അബറ്റ്മെൻറ്റ് ആണ് സെക്ഷൻ 16. സെക്ഷൻ 16 സബ്സെക്ഷൻ 1 അബറ്റ്മെൻറ്റ് റിഫേഴ്സ് ടു ദ ആക്ട് ഓഫ് എൻകറേജിങ്, എയ്ഡിങ് ഓർ കോൺസ്പയറിങ് ഉണ്ട് കേട്ടോ. ഒരു കോൺസ്പിറസി നടത്തിയാൽ, ഇങ്ങനെ ഒരു ഒഫൻസ് ചെയ്യാൻ വേണ്ടി ഒരു കോൺസ്പിറസി നടത്തുന്നതും ഈ സെക്ഷൻ 16 അബറ്റ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. കോൺസ്പിറസി ടു കമ്മിറ്റ് ആൻ ഒഫൻസ് അണ്ടർ ദ ആക്ട്. ഇനി സെക്ഷൻ 16 സബ്സെക്ഷൻ 2 എങ്കിൽ ഒന്നോ ഒന്നിലേറെ ആൾക്കാരുമായി ഇങ്ങനെ ഒരു ഒഫൻസ് ചെയ്യാൻ കോൺസ്പിറസി നടത്തുന്നതിനെ പറ്റിയാണ് പറയുന്നത്. എൻഗേജസ് വിത്ത് വൺ ഓർ മോർ അതർ പേഴ്സൺ ഓർ പേഴ്സൺസ് ഇൻ എനി കോൺസ്പിറസി ഫോർ ഡൂയിങ് ഓഫ് ദാറ്റ് ഒഫൻസ്. പിന്നെ അടുത്ത സെക്ഷൻ 16(3) പറയുന്ന കാര്യം, ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻസ്റ്റിഗേറ്റിംഗ് അനദർ പേഴ്സൺ എൻഗേജിങ് ഇൻ എ കോൺസ്പിറസി ഓർ ഇൻറ്റൻഷനലി അസിസ്റ്റിംഗ് ഇൻ ദ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ്. അപ്പം അതായത് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേറൊരു കോൺസ്പിറസിയുടെ ഭാഗമാകുന്ന അല്ലെങ്കിൽ കോൺസ്പിറസി ചെയ്യാൻ വേണ്ടി വേറൊരാളെ എൻകറേജ് ചെയ്യുന്നത്, അതെല്ലാമാണ് സെക്ഷൻ 16 സബ്സെക്ഷൻ 3 പറയുന്നത്. ഇനി സെക്ഷൻ 17, സെക്ഷൻ 16 അബറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സെക്ഷൻ 17 അതിൻ്റെ പണിഷ്മെന്റ്, അബറ്റ്മെന്റിന്റെ പണിഷ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പണിഷ്മെന്റ് ഫോർ അമെൻമെന്റ് ഈ സെയിം ആസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ മെയിൻ ഒഫൻസ് thereby treating the abettor equally responsible. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമല്ല. നമ്മൾ നേരത്തെ ഈ പറയുന്ന സെക്ഷൽ അസോൾട്ടും പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടും സെക്ഷൽ ഹരാസ്മെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന ശിക്ഷകളെയും പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. ആ സെയിം ശിക്ഷ തന്നെയാണ് ഈ സഹായിക്കുന്ന ആൾക്കാർക്കും, അതായത് ഒരു കോൺസ്പിറസിയുടെ ഭാഗമാകുന്ന അല്ലെങ്കിൽ വേറൊരാളെ ഈ പറയുന്ന ഒഫൻസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ആൾക്കും ഇതേ ശിക്ഷ തന്നെയാണ്, ഇതേ തെറ്റുകാരൻ തന്നെയാണ് ആ ഒരു വ്യക്തി. അതായത് തെറ്റ് ചെയ്ത ആൾ മാത്രമല്ല, തെറ്റ് ചെയ്യുന്ന ആളെ സഹായിക്കുന്ന, തെറ്റ് ചെയ്ത ആളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കോൺസ്പിറസിയെ എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺസ്പിറസിയുടെ ഭാഗമാകുന്ന ഒരാളും തെറ്റ് ചെയ്ത ആളായിട്ട് തന്നെയാണ് കണക്കാക്കുന്ന. തെറ്റ് ചെയ്ത ആ ഒരു അക്യൂസ്ഡിന് എന്ത് ശിക്ഷയാണോ കിട്ടുന്ന അതേ ശിക്ഷ തന്നെയാണ് ഈ അബറ്ററിനും പ്രോത്സാഹിപ്പിക്കുന്ന കൂടെ നിൽക്കുന്ന ആ ഒരാൾക്കും ലഭിക്കുന്നത്. thereby treating the abettor equally responsible. ഇനി അടുത്ത സെക്ഷൻ 18 അറ്റംപ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾ ഒരു സെക്ഷൽ ഒഫൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷെ ആ ഒരു വ്യക്തി സക്സസ്ഫുൾ ആവുന്നില്ല, അതും ഇതേ സെക്ഷൽ ഒഫൻസ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. If a person attempts to commit an offense under the act but does not succeed, they are still punishable. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതായത് ഒരു ഒഫൻസ് ചെയ്യാനായിട്ട് ശ്രമം നടത്തി, പക്ഷെ ആ ഒരു വ്യക്തി സക്സസ്ഫുൾ ആയില്ല, ആ ഒരു വ്യക്തിക്കും ശിക്ഷയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ശിക്ഷകളുണ്ടല്ലോ, പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനും അഗ്രിവേറ്റഡ് സെക്ഷൽ അസോൾട്ടിനും അതേപോലെ തന്നെ സെക്ഷൽ ഹരാസ്മെന്റിനും അഗ്രിവേറ്റഡ് സെക്ഷൽ ഹരാസ്മെന്റിനും ഒക്കെ നമ്മൾ പറഞ്ഞ ശിക്ഷയുണ്ട്. ആ ശിക്ഷയുടെ നേരെ ഹാഫ്, ഇപ്പോൾ അവിടെ 5 വർഷമാണെങ്കിൽ ഇവിടെ 2.5 വർഷം, ആ രീതിയിൽ നേരെ ഹാഫ് ആയിട്ടുള്ള ഇംപ്രിസൺമെൻറ്റും പിഴയുമാണ് നമ്മുടെ അറ്റംപ്റ്റിന് വരുന്നത്. അപ്പോൾ ദ പണിഷ്മെൻറ്റ് ഇൻ സച്ച് കേസസ് മേ എക്സ്റ്റെൻഡ് ടു ഹാഫ് ഓഫ് ദ മാക്സിമം പണിഷ്മെൻറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ ഒഫൻസ് അലോങ് വിത്ത് എ ഫൈൻ. അപ്പോൾ ഓർത്തിരിക്കുക, ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സെക്ഷൻസ് മാറിപ്പോകരുത്. ഇനി അടുത്ത ചാപ്റ്റർ 5 വരുന്നത് നമ്മുടെ പ്രൊസീജിയർ ഫോർ റിപ്പോർട്ടിംഗ് ഓഫ് കേസസ്. ഇപ്പോൾ സെക്ഷൻ 19 മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ അറിവിൽ ഒരു സെക്ഷൽ ഒഫൻസ് നടന്നു,
അതായത് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കെതിരെ അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു സെക്ഷൽ ഒഫൻസ് സംഭവിച്ചു. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരെ അത് വളരെ എത്രയും പെട്ടെന്ന് തന്നെ ലോക്കൽ പോലീസിനെ, അതായത് ലോക്കൽ പോലീസിനെയോ അല്ല എങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ അറിയിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മളും തെറ്റുകാരനാണ്. മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ആണ്. അതായത് പോക്സോ നിയമപ്രകാരം അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കെതിരെ ഒരു സെക്ഷൽ ഒഫൻസ്, അതായത് ഈ പറയുന്ന പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആവാം, ഹരാസ്മെന്റ് ആവാം, എന്തോ ആയിക്കോട്ടെ, സെക്ഷൽ ഒഫൻസ് ആണ് എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ലോക്കൽ പോലീസിനെയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനെയോ അറിയിച്ചിരിക്കണം. That mandates that any person who has knowledge of or suspicion, ഈ സസ്പീഷൻ ഉൾപ്പെടെ ആണെങ്കിൽ പോലും about the commission of a sexual offense against the child must report it to the police or the special juvenile police unit. അപ്പോൾ അല്ലാത്തടത്തോളം കാലം ആ ഒരു വ്യക്തിയും തെറ്റുകാരനാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു സെക്ഷൽ ഒഫൻസിനെ പറ്റി നമ്മൾ അറിയുന്നു. അപ്പോൾ നമ്മൾ പോലീസിൻ്റെ അടുത്ത് ചെന്ന് ഈ ഒരു ഇൻഫോർമേഷൻ നൽകുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പോലീസ് എങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള പ്രൊസീജിയറാണ് നമ്മൾ അടുത്ത സബ്സെക്ഷൻ 2 പറയുന്നത്. 19 ആണ് മാൻഡേറ്ററി റിപ്പോർട്ടിംഗ്, 19(2) ആണ് ഈ പറയുന്നത്. 19(2) അതിൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുവാണ് എങ്കിൽ ഇത് ഒരു എൻട്രി നമ്പർ ഇട്ട് റൈറ്റിംഗ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. അതിനുശേഷം ആ ഒരു എൻറ്റയർ കാര്യം ഈ ഇൻഫോമറിന്, ആരാണോ ഈ പറയുന്ന പോലീസിന് ഇൻഫർമേഷൻ നൽകുന്ന ആ ഒരു വ്യക്തിയെ വായിച്ച് കേൾപ്പിക്കണം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കാര്യം, ഷാൽ ബി എൻറ്റേർഡ് ഇൻ എ ബുക്ക് ടു ബി കെപ്റ്റ് ബൈ ദ പോലീസ് യൂണിറ്റ്. അതായത് FIR പോലെയുള്ള ആ ഒരു സംഭവത്തിൽ അവരുടെ ബുക്കിൽ ആ പറയുന്ന കാര്യം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. ഈ 3 കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന ആൾ ചെയ്തിരിക്കണം. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. എവറി റിപ്പോർട്ട് ഗിവൺ അണ്ടർ സബ്സെക്ഷൻ 1 ഷാൽ ബി, അതായത് നമ്മൾ 19(1) എന്ന് പറയുന്ന സബ്സെക്ഷനാണ് അവിടെ പറയുന്നത്. 19(1) അതായത് മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട സബ്സെക്ഷനാണ്. അപ്പോൾ മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ആയി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ഈ രീതിയിലാണ്. അതിനൊരു എൻട്രി നമ്പർ നൽകുക, അത് റൈറ്റിംഗിൽ റെക്കോർഡ് ചെയ്യുക, അത് ഇൻഫോർമൻറ്റിന് വായിച്ച് കേൾപ്പിക്കുക, അതേപോലെ തന്നെ അത് ബുക്കിൽ സൂക്ഷിച്ച് വെക്കുക എന്ന് മാത്രമല്ല അത് അന്വേഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടോ. അപ്പോൾ വേർ ദ റിപ്പോർട്ട് അണ്ടർ സബ്സെക്ഷൻ 1 എന്ന് പറയുമ്പോൾ 19 സബ്സെക്ഷൻ 1 ആണ്, is given by a child, the same shall be recorded under subsection 2 in simple language so that the child understands contents being recorded. ഈ സെൻറ്റൻസ് ഒന്നും കേട്ട് പേടിക്കേണ്ട, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൽ ഒഫൻസ് നടന്നു എന്ന് ഒരു കുട്ടിയാണ്, അതായത് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ് പോലീസിൻ്റെ അടുത്ത് വന്ന് പറയുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതും ഇതേപോലെ തൊട്ട് മുന്നേ ഉള്ള നമ്മുടെ ഒരു പ്രൊസീജിയർ പറഞ്ഞില്ലേ, അതായത് 19 സബ്സെക്ഷൻ 2 തൊട്ട് മുന്നേ പ്രൊസീജിയർ പറഞ്ഞ അതേ പ്രൊസീജിയറിൽ തന്നെ, അതായത് എൻട്രി നമ്പർ നൽകുക, അതേപോലെ തന്നെ ഇൻഫോർമൻറ്റിന് വായിച്ച് കേൾപ്പിക്കുക, ഒരു ബുക്കിൽ സൂക്ഷിച്ചു വെക്കുക. ഇതേ രീതിയിൽ തന്നെ ആയിരിക്കണം ഒരു കുട്ടിയാണ് ഇൻഫർമേഷൻ വന്ന് തന്നത് എങ്കിലും ചെയ്യേണ്ടത്. അപ്പോൾ ഈ കുട്ടിയുടെ കേസ് വരുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പോലീസ്, ഇപ്പോൾ നമ്മുടെ കേരള പോലീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മലയാളം ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും അവർക്കറിയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ധാരാളം പുറത്തുള്ള മറ്റ് സ്റ്റേറ്റ്സിലുള്ള കുട്ടികളുണ്ട്. ഇപ്പം ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരു ബീഹാറി അല്ലെങ്കിൽ ബംഗാളി അല്ലെങ്കിൽ ഒഡീഷയോ അങ്ങനെ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലുള്ള ഒരു കുട്ടി, ആ ഒരു കുട്ടിക്ക് അവിടുത്തെ ഭാഷ മാത്രമേ അറിയാവുള്ളൂ. അപ്പം അങ്ങനെ സെക്ഷൽ ഒഫൻസിനെ പറ്റിയ ഒരു കാര്യം വന്ന് പോലീസിൻ്റെ അടുത്ത് ഇൻഫർമേഷൻ നൽകുന്നത്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഇതേപോലെ തന്നെ പോലീസ് റെക്കോർഡ് ചെയ്തിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ സഹായത്തോടെ ആ കുട്ടിയെ ഇതത്രയും പറഞ്ഞ് കേൾപ്പിക്കണം. അതിന് മനസ്സിലാവുന്ന ഭാഷയിൽ, അതായത് ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ ആ കുഞ്ഞിന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കണം. അതായത് ഇവർ റെക്കോർഡ് ചെയ്ത അതേ സാധനം ആ കുഞ്ഞിനെ വായിപ്പിച്ച് കേൾക്കണം. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മുടെ അടുത്ത സബ്സെക്ഷൻ 3 പറയുന്നത്. ഇനി അടുത്ത സബ്സെക്ഷൻ 4 പറയുന്ന കാര്യം, ഇൻ കേസ് കണ്ടൻസ് ആർ ബീങ് റെക്കോർഡഡ് ഇൻ ദ ലാംഗ്വേജ് നോട്ട്, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. ഇത് ചൈൽഡിന് മനസ്സിലാവുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യണം, പിന്നെ ഈ പറയുന്ന വായിച്ച് കേൾപ്പിക്കണം. ഇൻ കേസ് കണ്ടൻസ് ആർ ബീങ് റെക്കോർഡഡ് ഇൻ ദ ലാംഗ്വേജ് നോട്ട് അണ്ടർസ്റ്റുഡ് ബൈ ദ ചൈൽഡ് ഓർ
whether it is deemed necessary, a translator or an interpreter having such qualifications, experience, and on payment of such fees as may be prescribed shall be provided to the child if he fails to understand the same. ഇനി അടുത്ത സബ്സെക്ഷൻ 5 പറയുന്ന കാര്യം, where the special juvenile police unit or local police is satisfied that child against whom an offence has been committed is in need of care or protection. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി, ഇങ്ങനെ ഒരു കുട്ടി വന്ന് ഈ പോലീസിന് ഇൻഫർമേഷൻ നൽകുന്നു. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കെയർ വേണമെന്ന് പോലീസിന് മനസ്സിലാവുകയാണ്, പോലീസിന് അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിന് മനസ്സിലാവുകയാണ് എങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം, ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഈ പറഞ്ഞ പ്രൊസീജിയറിൽ തന്നെ റെക്കോർഡ് ചെയ്തതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ ആ കുട്ടിയെ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കണം. അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ പല നിയമത്തിലും ഈ ഒരു രീതിയിലല്ല വരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമിനർ വേണമെങ്കിൽ ആക്ട് എഴുതാത്ത ഒരാൾ എഴുതണ്ട എന്നൊക്കെ വിചാരിച്ച് കുറച്ച് നല്ല രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു 2 കാര്യം ഇതിൻ്റെ ഓർഡർ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഒരു സെക്ഷൽ ഒഫൻസുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത് ആ കുട്ടിയെ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് തരാം. ഇപ്പോൾ ഒന്നെന്ന് പറയുന്ന ആ ഒരു കുട്ടിക്ക് കെയർ നൽകുക, അതായത് ഹോസ്പിറ്റലൈസ് ചെയ്യുക. പിന്നെ അതേപോലെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് റെക്കോർഡ് ചെയ്യുക. ഇതിൻ്റെ ഓർഡറുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുവാണെങ്കിൽ ലോജിക്കലി നമ്മൾ എഴുതാൻ ശ്രമിച്ചാൽ നമ്മൾ ആദ്യം പറയും കെയർ നൽകുക അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്യുക, എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുക. നോർമലി പല കാര്യങ്ങളിലും ആ ഒരു രീതിയിലാണ് വരുന്നത്. പക്ഷേ ഈ പോക്സോ നിയമത്തിൻ്റെ അകത്ത് പറയുന്നത് നേരെ തിരിച്ചാണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം 24 മണിക്കൂറിനകത്ത് ആ കുട്ടിയെ ഹോസ്പിറ്റലൈസ് ചെയ്യുക. അങ്ങനെയാണ് പോക്സോ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ ഇതൊരു വ്യത്യാസമാണ്. ബാക്കിയുള്ള പല നിയമങ്ങളിലും ഈ ഒരു രീതിയിലല്ല വരുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അതിൽ പറയുന്ന സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് അനുസരിച്ചൊക്കെ മാറ്റം വരുന്നുണ്ട്. പക്ഷേ നിയമത്തിൽ ഈ ഒരു കാര്യം മാത്രമേ ഇങ്ങനെയാണ് പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സാമിൽ ഇങ്ങനെ വരുവാണെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങളും എഴുതുക. For reasons committed is in the care of protection, then it shall, after recording the reasons in writing, make immediate arrangement to give him such care and protection, including admitting the child into shelter home or to the nearest hospital within 24 hours. Within 24 hours, ഈ 24 hours ഒക്കെ ചോദിക്കാം, ഓഫ് ദ റിപ്പോർട്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്. ഇത്ര മാത്രമല്ല, ഇനി ഇവർക്ക് ജോലിയുണ്ട്. എന്നിട്ട് ഈ ഒരു കാര്യം ആരെ അറിയിക്കണം? സ്പെഷ്യൽ കോടതിയെ അറിയിക്കണം. അങ്ങനെ ഒരു കാര്യം കൂടെയുണ്ട്. അതും 24 മണിക്കൂറിനകത്ത് തന്നെ ചെയ്തിരിക്കണം. അതാണ് സബ്സെക്ഷൻ 6 ഇനി അടുത്ത പറയാൻ പോകുന്നത്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ പോലീസ് യൂണിറ്റ് ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ, അതായത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു റിപ്പോർട്ട് ഈ പറയുന്ന ഇതിൻ്റെ റിപ്പോർട്ടെന്നല്ല, ഈ കാര്യം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും അതേപോലെ തന്നെ സ്പെഷ്യൽ കോടതിയെയും അറിയിച്ചിരിക്കണം. ഇപ്പോൾ സ്പെഷ്യൽ കോടതി ഇല്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ അവിടുത്തെ സെഷൻസ് കോടതിയെ അറിയിച്ചിരിക്കണം. അതേപോലെ തന്നെ ഇത്രയും മാത്രം അറിയിച്ചാൽ പോരാ, ഇങ്ങനെ ഒരു കുട്ടിക്ക് കെയർ നൽകാൻ വേണ്ടി ഈ പോലീസുകാരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് നൽകി, ഈ കാര്യങ്ങളും കൂടെ കോടതിയെയും അതേപോലെ തന്നെ CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയും അറിയിച്ചിരിക്കണം. To the code of session including need of the child for care and protection and steps taken in this regard. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയിച്ചിരിക്കണം. No person shall incur any liability, whether civil or criminal, for giving the information in good faith for the purpose of subsection 1. അപ്പോൾ നമ്മുടെ 19 സബ്സെക്ഷൻ 1 ഈ പറയുന്ന മാൻഡേറ്ററി റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് പറയുന്നത്. അതായത് ഇൻഫർമേഷൻ കിട്ടിയ ഒരാളാണ് എങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലെയോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിനെയോ അറിയിച്ചിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഇൻഫർമേഷൻ നൽകുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു തരത്തിലുള്ള സിവിലോ ക്രിമിനൽ നടപടികളോ സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഇൻഫർമേഷൻ നൽകുന്ന ഒരു ഇൻഫോർമൻറ്റിനെതിരെ ഒരു തരത്തിലുള്ള സിവിലോ ക്രിമിനൽ നിയമ നടപടികളോ നേരിടാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുകളിൽ ചുമത്താൻ പാടില്ല. അപ്പോൾ അതാണ് സബ്സെക്ഷൻ 7 പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഈ 19 എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ 20 വരാം. ഒബ്ലിഗേഷൻ ഓഫ് മീഡിയ, സ്റ്റുഡിയോ ഓഫ് ഫോട്ടോഗ്രാഫിക് ഫെസിലിറ്റീസ് ടു റിപ്പോർട്ട് കേസസ്. കുറച്ചധികം ഉണ്ട്, പക്ഷെ സിമ്പിളായിട്ട് ഞാൻ പറയാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു സ്ഥാപനം, ആ ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു ചൈൽഡുമായി ബന്ധപ്പെട്ട ഒരു ഒബ്സീൻ കണ്ടന്റ്, അതായത് ചൈൽഡിൻ്റെ പ്രൈവറ്റ് പാർട്സ് ഡിസ്പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോയോ വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം
അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലേക്ക് വരുവാണ് എങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഈ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനെയോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിനെയോ അറിയിച്ചിരിക്കണം. ഇതാണ് ഈ പറയുന്ന ഒബ്ലിഗേഷൻ ഓഫ് മീഡിയ, സ്റ്റുഡിയോ ഓർ ഫോട്ടോഗ്രാഫിക് ഫെസിലിറ്റീസ് ടു റിപ്പോർട്ട് കേസസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു വേർഡിങ്സ് ഒന്ന് വായിക്കാം. എനി പേഴ്സണൽ ഓഫ് ദ മീഡിയ ഓർ ഹോട്ടൽ. ഇപ്പോൾ മീഡിയ, ഹോട്ടൽ, ലോഡ്ജ് ഇവിടെയൊക്കെ ബാധകമാണ് കേട്ടോ. സ്റ്റുഡിയോയും ഫോട്ടോഗ്രാഫിക് ഫെസിലിറ്റീസ് മാത്രമല്ല, ഹോട്ടൽ, ലോഡ്ജ്, ഹോസ്പിറ്റൽ, ക്ലബ്ബ്, സ്റ്റുഡിയോ, ഫോട്ടോഗ്രാഫിക് ഫെസിലിറ്റീസ് ബൈ വാട്ട് എവർ നെയിം കോൾഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ നമ്പർ ഓഫ് പേഴ്സൺസ്. എത്ര വലിയ സ്ഥാപനമാണെങ്കിലോ എത്ര ആൾക്കാരുണ്ടോ ഇതൊന്നും നോക്കണ്ട. ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് എങ്കിൽ, ഇങ്ങനെ സെക്ഷുവലി എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള, ചിൽഡ്രനെ സെക്ഷുവലി എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അവിടെ എങ്ങാനും കാണപ്പെടാനിടയായിട്ടുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തി എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കുക. Shall on coming areas any material or object which is sexually exploitative to the child, including pornographic, sexually related or making obscene representation of a child or children through the use of any medium, shall provide such information to the special juvenile police unit or to the local police as the case may be. ഇത്രയേ ഉള്ളൂ കാര്യം. ഈ വേർഡിങ്സും കാര്യങ്ങളും ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, കാര്യം മനസ്സിലാക്കിയാൽ മതി. കാണാതെ പഠിക്കാനുള്ള സെക്ഷൻ്റെ നമ്പറാണ്. സെക്ഷൻ്റെ നമ്പർ കാണാതെ പഠിക്കേണ്ടി വരും. ഇപ്പോൾ സെക്ഷൻ 20 എന്ന് പറയുന്നത് ഒബ്ലിഗേഷൻ ഓഫ് മീഡിയ. ഇപ്പോൾ ഒബ്ലിഗേഷൻ ഓഫ് മീഡിയ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവണം. ഇപ്പോൾ ഈ വേർഡിങ്സ് ഒന്നും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കേണ്ട, പക്ഷേ കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ 21 ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്യാനുള്ള ഫെയിലുവറിൻ്റെ പണിഷ്മെൻ്റ് ആണ്. റിപ്പോർട്ടിംഗ് ഫെയിലുവറിൻ്റെ പണിഷ്മെൻ്റ് ആണ്. അതായത് പണിഷ്മെൻറ്റ് ഫോർ ഫെയിലുവർ ടു റിപ്പോർട്ട് ഓർ റെക്കോർഡ് എ കേസ്. അപ്പോൾ any person who fails to report the commission of an offence under subsection 1 of section 19 or section 20 or who fails to record such offence under subsection 2 of section 19 shall be punished with imprisonment of either description which may extend to 6 months or with a fine of both ഇത് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ മാൻഡേറ്ററി റിപ്പോർട്ടിങ്ങിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ സെക്ഷൻ 19. അപ്പോൾ ഇങ്ങനെ ഒരു ഒഫൻസ് നടക്കുവാണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ നടന്നു എന്നുള്ള ഒരു കാര്യം മറച്ചു വെക്കുന്ന വ്യക്തി, അതായത് റിപ്പോർട്ട് ചെയ്യാത്തൊരു വ്യക്തി അല്ല എങ്കിൽ നമ്മൾ ആ 19 സബ്സെക്ഷൻ 2 പറയുന്ന ആ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ പ്രൊസീജിയറിൽ പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ആ പ്രൊസീജിയർ പാലിക്കാതെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓഫീസറാണ് എങ്കിലും അപ്പോൾ അവർക്കെതിരെ വരുന്ന നടപടി എന്ന് പറയുന്നത് 6 മാസം വരെ തടവും അതേപോലെ തന്നെ പിഴയും, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തത് 2. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനം അതിൻ്റെ മേലധികാരി, ഇപ്പോൾ ഒരു കമ്പനിയോ ഇൻസ്റ്റിറ്റ്യൂഷനോ എന്തോ അതിൻ്റെ ബോസോ അതിൻ്റെ ഹെഡോ ആയിക്കോട്ടെ, അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ, any person being in charge of any company or an institution by whatever name called who fails to report the commission of an offence under subsection 1 of section 19 in respect of a subordinate under his control shall be punished with imprisonment of a term which may extend to 1 year and with fine. ചിലപ്പോൾ ഒന്നും മനസ്സിലായി കാണത്തില്ല, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി അതിൻ്റെ ഹെഡ്, അപ്പോൾ ആ ഹെഡിൻ്റെ കീഴിൽ വരുന്ന ഒരു സബോർഡിനേറ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട ഒരു ഒഫൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അറിയാവുന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായി സബോർഡിനേറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിരിക്കാം അക്യൂസ്ഡായി വരുന്നത്. അപ്പോൾ തൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് മോശമാകും എന്ന് വിചാരിച്ച ആ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി അതിൻ്റെ അല്ലെങ്കിൽ മുതലാളി എന്ത് ചെയ്യത്തില്ല, ആ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യത്തില്ല അല്ലെങ്കിൽ ആ ഒരു ഒഫൻസ് റിപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഒരു മുതലാളി 1 വർഷം അകത്ത് കിടക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അതായത് തൻ്റെ സബോർഡിനേറ്റ് ഒരു അക്യൂസ്ഡ് ആവുന്ന രീതിയിലുള്ള ഒരു ഒഫൻസ് വരുവാണ്, അത് ഈ സ്ഥാപനത്തിൻ്റെ ഈ പറയുന്ന ഹെഡ് മറച്ചു വെക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു ഹെഡിന് വരാവുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്ന 1 വർഷം വരെ തടവും അതേപോലെ തന്നെ പിഴയും. പ്രൊവിഷൻസ് ഓഫ് സബ്സെക്ഷൻ 1 ഷാൽ നോട്ട് അപ്ലൈ ടു എ ചൈൽഡ് അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ഈ മാൻഡേറ്ററി റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സെക്ഷൻ 19 വരുന്ന മാൻഡേറ്ററി റിപ്പോർട്ടിംഗ്, അതായത് ഏതൊരു വ്യക്തിയാണ് എങ്കിലും ഇങ്ങനെ ഒരു കുറ്റകൃത്യം സംഭവിച്ചു എന്ന് അറിയാമെങ്കിൽ ആ ഒരു വ്യക്തി റിപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയാണെങ്കിലോ, ഒരു കുട്ടിക്ക് ഇങ്ങനെ അതായത് ഈ പറയുന്ന ആ ഒരു വിക്ടിമായിട്ടുള്ള കുട്ടി അല്ലെങ്കിൽ വിക്ടിമിൻ്റെ പരിചയത്തിലുള്ള ഒരു കുട്ടി, 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി, അപ്പോൾ ആ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു സെക്ഷൽ ഒഫൻസ് നടന്നു എന്നറിയാം, എന്നിട്ട് ആ ഒരു കുട്ടി റിപ്പോർട്ട് ചെയ്യുന്നില്ല, അത് തെറ്റല്ല. നമ്മുടെ ഈ ഒരു കാര്യത്തിൽ ഒരു എക്സംഷനാണ്. 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ
മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് അതിന് ബാധകമാകുന്നില്ല. അതിന് ഇഷ്ടം വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം, പക്ഷേ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഈ പറയുന്ന പണിഷ്മെന്റ്സ് ഒന്നും 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് ബാധ്യത വരത്തില്ല, അല്ലെങ്കിൽ ബാധ്യസ്ഥനാവത്തില്ല. ദ പ്രൊവിഷൻ ഓഫ് സബ്സെക്ഷൻ 1 ഷാൽ നോട്ട് അപ്ലൈ ടു എ ചൈൽഡ് അണ്ടർ ദിസ് ആക്ട്. ഇനി അടുത്തതാണ് സെക്ഷൻ 22 ഫാൾസ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മുടെ ഈ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ധാരാളം ഫാൾസ് കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. പല ആൾക്കാരുടെയും പേര് ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ മോശക്കാരന്മാരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അവർക്കെതിരെ പോക്സോ നിയമം ഇതേപോലെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം വാർത്തകൾ നമ്മൾ അടുത്തിടെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ ഫാൾസ് കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 22. അപ്പോൾ ഒരു വ്യക്തിഹത്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ തെറ്റായ ഇൻഫർമേഷൻ നൽകി ആ ഒരു വ്യക്തിയെ അക്യൂസ്ഡ് ആക്കാൻ വേണ്ടി ഒരു ഫാൾസ് കംപ്ലൈൻറ്റ് നൽകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അങ്ങനെ ഒരു വ്യക്തി 6 മാസം അല്ലെങ്കിൽ പിഴ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്ന് ഉള്ള ശിക്ഷ അനുഭവിക്കുന്നതാണ്. പ്രൊവൈഡിങ് ഫാൾസ് ഇൻഫർമേഷൻ ഓർ ലോഡ്ജിങ് എ ഫാൾസ് കംപ്ലൈൻറ്റ് ഈസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 6 months ഓർ വിത്ത് എ ഫൈൻ ഓർ വിത്ത് ബോത്ത്. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, പലപ്പോഴും കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ പറയുന്ന തെറ്റായിട്ടുള്ള പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യിപ്പിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങളാണ് ഇതേപോലെ ഫാൾസ് കംപ്ലൈൻറ്റ് നടത്തുന്നതെങ്കിൽ, അതായത് 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് ഇതേപോലെ ഫാൾസ് കംപ്ലൈൻറ്റ് നടത്തുന്നത് എങ്കിൽ അവർക്ക് ശിക്ഷ വരുന്നില്ല. Where a false complaint has been made or false information has been provided by a child, no punishment shall be imposed on such a child. അപ്പോൾ നമ്മുടെ ഈ ഒരു നിയമം ഈ പറയുന്ന ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, അവരുപയോഗിക്കുന്ന ഒരു സബ്സെക്ഷനാണിത്. വേറെ ഒരു ഫാൾസ് കംപ്ലൈൻറ്റ് ഈ പറയുന്ന 18 വയസ്സിന് താഴെയുള്ള ഒരാളെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കും. അപ്പോൾ no punishment shall be imposed on such child. Whoever, not being a child, makes a false complaint or provides false information against a child, knowing it to be false, thereby victimizing such child in any of the offence under this act, shall be punished with imprisonment which may extend to 1 year or with a fine or with a both. ഇപ്പോൾ ചില കുട്ടികളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കുട്ടികളെ അവരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു പോക്സോ കേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെക്ഷൽ ഒഫൻസ് അവർക്ക് സംഭവിച്ചു, ആ കുട്ടിക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞും കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലും അത് അങ്ങനെ തെറ്റായിട്ട് ആണ് ഒരു കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ തെറ്റായിട്ട് ഒരു ഇൻഫർമേഷൻ ആണ് കൊടുത്തത് എങ്കിൽ അങ്ങനെ ഇൻഫർമേഷൻ കൊടുത്ത ഒരാൾക്കെതിരെ 1 വർഷം വരെ തടവും പിഴയും അല്ലെങ്കിൽ ഇത് രണ്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോക്സോ ആക്ട് 2012 ഫസ്റ്റ് പാർട്ട്. ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.